അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലി റബ്ബിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട റഫീഖ് സാർ, നല്ലവരായ വിദ്യാർത്ഥികൾ, ടീച്ചേഴ്സ്, രക്ഷിതാക്കൾ, നമ്മുടെ സ്കൂളിൽ എന്താ വൈകിയ ബർക്കത്തെ മീലാദ് ബർക്കത്തെ മീലാദ് അല്ലേ, ബർക്കത്തെ മീലാദ് എന്ന പേരിൽ നൗറത്തുൽ മദീന എന്ന നമ്മുടെ ഈ സ്കൂളിൽ ശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് നമ്മളുള്ളത്. ഈ സ്ഥാപനത്തിൽ 4-മത്തെയോ 5-മത്തെയോ തവണയാണ് ഞാൻ വരുന്നത്. ഒന്നുകിൽ 4 അല്ലെങ്കിൽ 5, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. 2010 ഞാനിവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം 3 തവണ വേറെയും വന്നു. 5-മത്തെ തവണയാണ് ഞാനിവിടെ വരുന്നത്. 4 തവണയും ഈ സ്ഥാപനത്തിൻ്റെ പരിപാടികൾക്കാണ് വന്നത്. ഒരു തവണ ഇവിടെ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട മറ്റൊരു പരിപാടിക്ക്, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരു പ്രോഗ്രാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ ശില്പിയും നേതൃത്വവുമായ സൈനുൽ ഉലമ മാണി ഉസ്താദിന് ആഫിയത്തും ഇസ്സത്തുമുള്ള ആയുസ് നൽകുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മക്കളെ, ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? ഞാൻ പറയുന്നത് ഞാൻ ഇടയ്ക്ക് ഞാനിങ്ങനെ ചോദിക്കും, അങ്ങനെ അല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ എന്നാണ് ഉത്തരവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആക്കണം കേട്ടോ. ഇവിടെ അതേ എന്നുള്ളതിന് ഇങ്ങനെ ആക്കുക അല്ലേ, ഇങ്ങനെ ആക്കി അല്ലേ, അല്ല എന്നുള്ളതിനോ അതേ എന്നാണെങ്കിൽ നിങ്ങൾ ഉത്തരം ഞാൻ ഇടയ്ക്ക് ചോദിക്കും, ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിയാണെങ്കിൽ ഇങ്ങനെ ആക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണം. നമുക്കൊരു ഇൻട്രാക്റ്റീവായിട്ട് സംസാരിച്ച് നോക്കണം. ഒരു വൺ വേ അല്ലാത്ത രീതിയിൽ സംസാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇതുണക്കി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാമത് ജന്മദിനം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന വർഷമാണ് ഇത്. ആദ്യം ഒരു ചോദ്യം ചോദിക്കട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കൈപ്പൊക്കി. റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് കൈപ്പൊക്ക്. പട്ടച്ചോനെ, എൻ്റെ സംസാരം മനസ്സിലാവണില്ലേ? അത് അർത്ഥമായിത്താ? ആർ ഗെറ്റിംഗ് മീ? ഓക്കെ. താഴ്ത്തിക്കും. നമുക്കൊരു പാട്ട് പാടില്ല. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിക്ക്. ലേഡീസൊക്കെ എഴുന്നേറ്റിക്ക്. ആദ്യം ഒരു പാട്ട് പാടാം. ഒരു പാട്ട് പാടിയിട്ട് വിടുന്നു. എൻ്റെ കൂടെ എല്ലാവരും പാട്ട് പാടണം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന പാട്ടേ ഞാൻ പാടൂ. എല്ലാവർക്കും അറിയുന്നൊരു പാട്ട്. പഠിക്കാം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. മാഷാ അല്ലാഹ്, അടിപൊളി. أنت تطلع بيننا في الكواكب كالبدور أشرق منه يا خير الذي أنت أم أم أب ما رأينا فيه ما ما شاء الله. أنت منجينا غدا من شفاعتك الصفا ارتكبت على الخطا غير حسر وعدد نرجو إلى كأس حوضك للعطش كتابي يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا
الصلاة على النبي كل وقت دائما لا حرج في السماء سيدي خير النبي حسبي ربي. അപ്പോൾ മക്കളും രക്ഷിതാക്കളും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ക്ലാസ്സാണ്. അപ്പോൾ അതിനനുസരിച്ച് കോമൺ ആയിട്ട് പറയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞ് വേഗം നിർത്താം ഇൻഷാ അല്ലാഹു തആല. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്നുണ്ട് എല്ലാവരും കേട്ടോ. പ്ലീസ് ബി വിത്ത് മീ ടു ദ എൻഡ്. അപ്പോൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലേ അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ഈ സ്നേഹിക്കുക? അത് ഒരുപാട് വഴികളുണ്ട്. സ്നേഹിച്ചാൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു സ്നേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം. അതൊരിക്കലും നഷ്ടമാവില്ല. ഇപ്പം ചില കുട്ടികൾ ഈ ഫുട്ബോൾ കളിക്കുന്ന ആളോട്, ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമുണ്ടാകും. ഈ ലയണൽ മെസ്സി, അങ്ങനെ എന്താണ്, ആരാ വേറെ ആരെ, ക്രിസ്ത്യാനോ റൊണാൾഡോ, പിന്നെ ആരെ സുബ്ഹാനല്ലാഹ്, ആരെ പേര് എനിക്ക് മനസ്സിലാവണില്ല. നെയ്മറോ മനസ്സിലായി ആ ആൾക്കാരൊക്കെ. അപ്പോൾ ഇങ്ങനെ ഓരോ ആളുകളോട് ചില കുട്ടികൾക്കൊരു സ്നേഹം ഉണ്ടാവും. അത് ചെറുപ്പത്തിൽ ഇങ്ങനെ തോന്നുന്ന ഒരു സ്നേഹമാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഒരു കുട്ടി ഏതെങ്കിലും ഒരു ലയണൽ മെസ്സിയോ നെയ്മറോ എംബാപ്പയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ സ്നേഹിച്ചു എന്ന് വിചാരിക്കാം. ആ സ്നേഹിച്ചത് എംബാപ്പെ അറിയോ? നിങ്ങൾ ഇവിടുന്ന് എംബാപ്പേനെ സ്നേഹിച്ചാൽ എംബാപ്പെ അത് അറിയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. റൊണാൾഡോനെ സ്നേഹിച്ചാൽ റൊണാൾഡോ അറിയോ? അത് റൊണാൾഡോ നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ച് ചെയ്തു തരുമോ? ഇല്ല. മഹ്ശറിൽ രക്ഷപ്പെടുത്താൻ കഴിയുമോ? അതുമില്ല. എന്നാൽ നിങ്ങൾ ഈ നിമിഷം ഇവിടുന്ന് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഈ നിമിഷം അത് മദീനയിൽ വെച്ച് തിരിച്ചറിയുന്ന ഒരാളുണ്ട്. ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഹുവൽ ഹബീബുല്ലദി തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുക്തഹമി. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ കൈപ്പിടിച്ച് ഉയർത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു നേതാവ് നമുക്കുണ്ട്. അതാരാണ്? തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ നഷ്ടപ്പെടാത്ത പ്രണയം, നഷ്ടപ്പെടാത്ത സ്നേഹം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ മാതാപിതാക്കളുണ്ട്, രണ്ട് കൂട്ടരും ഉൾപ്പെടുത്തിയിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും കുട്ടികളെ ഞാൻ ആദ്യം പരിഗണിച്ചതാണ്. അപ്പോൾ നമുക്ക് മക്കളെ നഷ്ടപ്പെടാത്ത ഒരു പ്രണയം, ആ ലോകം നമുക്കൊന്ന് മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവരെന്ന് കൈപൊക്കിയേ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം മാതാപിതാക്കളുടെ പൊരുത്തം, ഉസ്താദുമാരുടെ ഗുരുനാഥന്മാരുടെ പൊരുത്തം. അവരുടെ ഒരു ഗുരുത്വവും ഒരു പൊരുത്തവും ഉള്ള ആളുകൾക്ക് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം കൂടുക, അല്ലെങ്കിൽ അവിടുന്ന് പരിഗണിക്കുക. ഒരാൾ ഉമ്മാനെ വിഷമിപ്പിച്ചാൽ റസൂലുള്ളാഹി പരിഗണിക്കൂല. ഒരാൾ വാപ്പാനെ വിഷമിപ്പിച്ചാൽ മുത്തുനബി പരിഗണിക്കൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഉസ്താദുമാരെ ഗുരുനാഥന്മാരെ ഏത് ജാതി ഏത് മതമാണെങ്കിലും എന്തെങ്കിലും ഒരു അറിവ് നമുക്ക് പറഞ്ഞു തന്ന ഒരാളെ നമ്മൾ അവഗണിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ലോകത്ത് മാത്രമല്ല നാളെ മഹ്ശറിലും നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ഒരു സഹായം നിർബന്ധമാണ്, അല്ലേ? അങ്ങനെയല്ലേ? റസൂലുള്ളാഹിൻ്റെ സഹായം ഇല്ലാതെ മഹ്ശറിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അത് മഹാന്മാരായ ആളുകളൊക്കെ ബൈത്തിലും കവിതകളിലും ഗ്രന്ഥങ്ങളിലൊക്കെ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അലാസറത്ത് പാടിയിട്ടുണ്ട്, മേ മുജ്രിം ഹു ആക്കാ മുജേ സാത്ത് ലേലോ കി രാസ്തേ മേ ഹേജ ബജാത്താനെ വാലേ എന്ന്. അപ്പോൾ അവരൊക്കെ പാടിയിട്ടുണ്ട്. രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിക്കുക എന്നതാണ്. പക്ഷേ ഇതിൽ സ്വലാത്തിൽ നിന്ന് കുട്ടികളൊന്ന് കൈപൊക്കിയേ. സ്വലാത്തിൽ നിന്ന് ഒരു കൈപൊക്കി. സ്വലാത്ത് എല്ലാ ദിവസവും അത്യാവശ്യം കുറച്ചെങ്കിലുമൊക്കെ സ്വലാത്ത് ചൊല്ലുന്നവർ കൈപൊക്കി. ഡയലി ചൊല്ലാറുണ്ടോ? ഉണ്ടോ? ഓക്കെ, താത്തിക്കോ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ, അപ്പം മനസ്സിലാവും. അതായത്
സ്വലാത്ത് എന്തിനാണ് ചൊല്ലാറുള്ളത്? ചില കുട്ടികൾ പരീക്ഷയിൽ പാസ്സാകാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാൽ ഉമ്മാക്ക്, ബാപ്പാക്ക്, അനുജത്തിക്ക്, ഏട്ടത്തിക്ക്, വല്യമ്മക്ക്, വല്യമ്മ എന്ന് പറയാം, ഇവിടെ വല്യമ്മ എന്ന് പറയാം, വല്യമ്മ, വല്യപ്പ അസുഖം വന്നാൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ മിക്കവാറും നമ്മൾ സ്വലാത്ത് ചൊല്ലി ആവശ്യം നേടാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അല്ലേ? അങ്ങനെ ചെയ്യാറില്ലേ? നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കൾ നന്നായി ആലോചിച്ച് നോക്കുക. നമുക്ക് ഒരു ആവശ്യം ഉണ്ടാകുന്നു, നമുക്കൊരാവശ്യം ഉണ്ടാകുന്നു. ഈ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് അതിന് സഹായിക്കാൻ കഴിയുന്ന ഒരാളെ നമ്മൾ ഓർക്കുന്നു. അത് അയാളോടുള്ള സ്നേഹം ആണ് എന്ന് പറയാൻ പറ്റുമോ? മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? കുട്ടിക്ക് മനസ്സിലാവുണ്ടോ? ഇപ്പോൾ നമുക്കൊരു വഴി, ഒരു വീട്ടിലേക്കുള്ള റോഡിൻ്റെ ഒരു വഴിയുടെ ഒരു കാര്യം ശരിയാവണം. അപ്പോൾ MLA അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കണ്ടാൽ ശരിയാവും. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഒരു ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് സഹായം ചോദിച്ചാൽ കിട്ടുമെന്ന് നമുക്കറിയുന്നത് കൊണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് നമ്മൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ഓർമ്മ വരുന്നു. അത് പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് സ്നേഹമുള്ളതുകൊണ്ടാണോ? നമുക്കൊരാവശ്യമുള്ളത് കൊണ്ടല്ലേ? അതേപോലെ തന്നെയല്ലേ ഈ സ്വലാത്ത് ചൊല്ലിയതും? നമുക്ക് ഉമ്മാക്ക് രോഗമുണ്ടായപ്പോൾ സ്വലാത്ത് ചൊല്ലി, അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം മഹാന്മാർ തിബ് സ്വലാത്തൊക്കെ മഹാന്മാരുണ്ടാക്കിയതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്, ഞാനിങ്ങനെ പറയാൻ കാരണങ്ങളുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലത്ത്, മിനിയാന്ന് ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയി. ആ പരിപാടിക്ക് പോയി ഞാനും കുറച്ച് പാട്ട് പാടുന്ന മാധ്യമങ്ങൾ, ഉസ്താദന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം സംസാരിക്കും, അവർ കുറച്ച് നേരം പാടും, ഞാനിങ്ങനെ പറയും, അവരിങ്ങനെ പാടും. 4.5 മണിക്കൂർ 4.25 മണിക്കൂർ നീണ്ടു നിന്നൊരു പരിപാടി. മായുവിൻ്റെ 8 മണിക്ക് തുടങ്ങിയിട്ട് 12:30 വരെ നീണ്ടു നിന്നൊരു പരിപാടി. ഈ പരിപാടി കഴിഞ്ഞിട്ട് ആ നാട്ടിൽ കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന 60 വയസ്സ് പ്രായമുള്ള ഒരു ഉസ്താദ് എൻ്റെ അടുത്ത്, ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്ന വീട്ടിൽ ആ ഉസ്താദും ഉണ്ടായിരുന്നു. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ 60 വയസ്സ് പ്രായമുള്ള ഉസ്താദ് എന്നെ പിടിച്ച് ഒറ്റ കരച്ചിൽ. ഈ 60 വയസ്സുള്ള ഉസ്താദ് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞത്, സാറേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. എൻ്റെ അദ്ദേഹം സ്ഥിരമായി ചൊല്ലുന്ന സ്വലാത്തിൻ്റെ കണക്കൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്നിട്ടും ഇത്ര 60 വയസ്സായിട്ടും ഞാൻ റസൂലിനെ കണ്ടിട്ടില്ല. ആ സങ്കടം കൊണ്ടാണ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞത്. എന്നിട്ട് കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടാണ് ഞാൻ കാണാത്തത് എന്ന കാരണവും എനിക്ക് ഇന്ന് മനസ്സിലായി. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞ കാര്യം എല്ലാം കൂടി ഇതിൽ പറയുന്നില്ല. ചില റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ചില ബ്ലോക്കുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ പൊരുത്തം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതേപോലെ സഹോദരങ്ങളുടെ പൊരുത്തം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. സമ്പത്തിൻ്റെ പേരിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യമായ ചില കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് നമുക്കും പലതവണ റസൂലിനെ കാണാൻ തൗഫീഖ് നൽകട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, എൻ്റെ സദസ്സിൽ കുറേ ലേഡീസ് ഉണ്ട്, നന്നായി ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, സ്നേഹിക്കുകയല്ല. ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരാൾ സാധാരണ പറയുന്നൊരു ഉദാഹരണം, ഒരാൾക്ക് എത്രാം ക്ലാസ്സിലാണ്? 9ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ 1ാം ക്ലാസ്സോ 6ോ 10ാം ക്ലാസ്സുകാരൊക്കെ എവിടെ പോകും? അവിടെ പരീക്ഷയില്ല. 9ാം ക്ലാസ് എവിടെ? 9ാം ക്ലാസ്. 9ാം ക്ലാസ്സുകാർ കൈപ്പിക്കും മക്കളെ. 8ാം ക്ലാസ് എവിടെ? 8ാം ക്ലാസ് കൈപ്പിക്കും. 8ാം ക്ലാസ്, 7ാം ക്ലാസ്, 6ാം ക്ലാസ്സോ? ഓക്കെ, മതി. ബാക്കി 5ാം ക്ലാസ് അവിടെ കുട്ടികൾ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് കേട്ടോ. ഒരാൾ ഉമ്മാക്ക് നെഞ്ചുവേദന ഉണ്ടായപ്പോൾ സ്വലാത്ത് ചൊല്ലി, നെഞ്ചുവേദന മാറാൻ. ആ സ്വലാത്ത് ആർക്കുള്ളതാ? പറ, ഉമ്മാക്കുള്ളത് അല്ലേ? ബാപ്പാൻ്റെ അസുഖം മാറാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലി, ആ സ്വലാത്ത് ആർക്കുള്ളതാ? ബാപ്പാക്കുള്ളത്. നമ്മുടെ അനിയന് ഒരു അസുഖം വന്നപ്പോൾ അത് മാറാൻ സ്വലാത്ത് ചൊല്ലി, ആർക്കുള്ളതാ? അപ്പോൾ റസൂലുള്ളാഹിക്കുള്ള സ്വലാത്ത് എവിടെ? അപ്പോൾ നമ്മൾ പറയും ഇതെല്ലാം റസൂലുള്ളാഹിക്കല്ലേ എന്ന്. ശരിക്കും ശ്രദ്ധിക്കണം എൻ്റെ സൗസിലെ സഹോദരിമാർ, ഞാൻ നിങ്ങളെയും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും നിങ്ങളെയും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുന്നത് തെറ്റല്ല. കാരണം പണ്ഡിതന്മാർ മഹാന്മാരെ സ്വലാത്ത് ഉണ്ടാക്കിയതാണ്, ഉസ്താദന്മാരെ നിർദ്ദേശിക്കാറുണ്ട്, ഞാൻ പോലും പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ അത് റസൂലുള്ളാഹിനെ സ്നേഹിക്കലാണെന്ന് പറയാൻ പറ്റില്ല, ഉപയോഗപ്പെടുത്തലാണെന്നേ പറയാൻ പറ്റൂ. അപ്പോൾ റസൂലുള്ളാഹിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കാത്ത ഒരാൾ സ്വലാത്ത് ചൊല്ലിയൊരു കാര്യം അള്ളാഹിനോട് ആവശ്യപ്പെട്ടാൽ പോലും അള്ളാഹ് സാധിച്ചു കൊടുക്കും. കാരണം എന്തേ? അള്ളാഹിൻ്റെ ഹബീബാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെ മുൻ നിർത്തിയിട്ടൊരു കാര്യം ചോദിച്ചാൽ അള്ളാഹ്ക്ക് അത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം റസൂൽ റഹ്മത്തുൽ ആലമീനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹി ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും റഹ്മത്തുൽ ആലമീനാണ്, റഹ്മത്ത്, കാരുണ്യമാണ്. അപ്പോൾ ഒറ്റ പോയിന്റ് ഞാൻ പറയാം. നമുക്ക് ആരോടെങ്കിലും നമുക്ക് വെറുപ്പുള്ള ആളുകൾ, നമുക്ക് ദേഷ്യമുള്ള ആളുകൾ, സഹോദരിമാർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ അമ്മായിൻ്റെ വാക്കുകളിൽ മനസ്സിലാവത്തിൻ്റെ പറയട്ടെ. അതായത് അമ്മായിമ്മക്ക് അമ്മായിമ്മ എന്നല്ലേ പറയാം, അല്ലേ? അതായത് ഭർത്താവിൻ്റെ ഉമ്മാക്ക്, ഭർത്താവിൻ്റെ ഉപ്പാക്ക് എന്താ പറയുക?
അമ്മായിയപ്പനോ? കാക്കേ? ഒടച്ചോനെ, അള്ളാഹു കാത്തിരിച്ചു മാറോട്ടെ. കാക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറന്നു പോകുന്ന അതല്ലേ? അതല്ല, കാക്ക എന്ന് പറഞ്ഞാൽ അമ്മാവനല്ലേ? പടച്ചോനെ, പറ്റൂല, മാറ്റണം. നിങ്ങൾ ഉടനെ തന്നെ ഇതൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് യോഗം ചേർന്നിട്ട് അതിലൊരു തീരുമാനം എടുക്കണം. അപ്പോൾ ഞാൻ പറയുന്നത്, സഹോദരിമാർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മമാർ, ഭർത്താവിൻ്റെ ഉപ്പമാർ, ഭർത്താവിൻ്റെ പെങ്ങന്മാർ, ഇങ്ങനെ ആരോ ആയിക്കോട്ടെ, നമ്മളോടൊരാൾ, ശരിക്കും ശ്രദ്ധിക്കണം, നമ്മളോടൊരാൾ ഇടങ്ങേറ് കാണിച്ചു, നമ്മളോടൊരാൾ പ്രയാസം കാണിച്ചു, നമ്മളെ ഒരാൾ പ്രയാസപ്പെടുത്തി, ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു, ആ ആളോട് ചിലപ്പോൾ ദേഷ്യം വരൂലേ? വരാറുണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ദേഷ്യം വരാറുണ്ട്. മനുഷ്യന്മാരായി കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്മാരാണെങ്കിൽ ദേഷ്യം വരും. പക്ഷേ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വൽ ആഫീന അനിന്നാസ് വൽ ഖാലിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ്. നല്ല മനുഷ്യന്മാരുടെ അടയാളം ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ആരെന്ത് ചെയ്താലും ഓൺ ദ സ്പോട്ടിൽ പൊരുത്തപ്പെടും. ഞാൻ ആ വിഷയം വിശദീകരിക്കല്ല. ഇതിന് മഹബത്തായിട്ടൊരു കണക്ഷൻ ഉണ്ട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം സഹോദരിമാരെ, നന്നായി ശ്രദ്ധിച്ചു. ഞാൻ എല്ലായിടത്തും പൊതുവെ പറയാറില്ലാത്ത ഒരു പോയിന്റാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ അറിവുള്ള ആളല്ല കേട്ടോ, ഞാൻ പണ്ഡിതനല്ല. കാരണം പാൻറ്റും കുപ്പായിക്കിട്ട് വന്നത് പണ്ഡിതന്മാരാണ് ഈ ഇരിക്കുന്ന വലിയ വലിയ ഉസ്താദന്മാരൊക്കെ. അവരൊക്കെ ഇൽമ് ആധികാരികമായി പഠിച്ചവരാണ്. ഞാനിങ്ങനെ ഉസ്താദന്മാരുടെ കൂടെ നടന്നിട്ട് ഇങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ കൊച്ചു കൊച്ചു നുറുങ്ങാത്തുകൾ, ജമ്മായിട്ട് പറയുകയാണെങ്കിൽ നുറുങ്ങാത്തുകൾ, നുറുങ്ങിൻ്റെ ജമ്മ് നുറുങ്ങാത്ത്, അത്രേ എനിക്കറിയുള്ളൂ. പക്ഷേ പറയുന്നത് പിന്നെ ആധികാരികതയുള്ള കാര്യങ്ങളായിരിക്കും. കാരണം ഞാൻ അത്രയും ആധികാരികതയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് കിട്ടിയ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാൻ പറയാം. ശരിക്കും ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചാലേ മനസ്സിലാവും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളൊരാളെ ഇടങ്ങേറാക്കി, നമ്മളെ ഇടങ്ങേറാക്കി പ്രയാസപ്പെടുത്തി. സഹോദരിമാരെ, നിങ്ങൾക്ക് വേണ്ടിയാണ് കാര്യമായിട്ട് ഞാനത് പറയുന്നത്. ഒരാളെ ഇടങ്ങേറാക്കി, ഭർത്താവിൻ്റെ ഉമ്മ ആയിക്കോട്ടെ, ഭർത്താവിൻ്റെ പെങ്ങളായിക്കോട്ടെ, ഏട്ടൻ്റെ ഭാര്യ ആയിക്കോട്ടെ, അനിയൻ്റെ ഭാര്യ ആയിക്കോട്ടെ, പെങ്ങന്മാർ, ആരും ആയിക്കോട്ടെ, ഇടങ്ങേറാക്കി ആ വ്യക്തിയോട് നമുക്ക് ദേഷ്യമുണ്ടായാൽ, എന്തുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള വാതിൽ നമുക്ക് തുറക്കുന്നില്ല എന്നതിൻ്റെ കാരണമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ആ വ്യക്തിയോട് നമുക്ക് ദേഷ്യമുണ്ടായാൽ, ശരിക്കും 2 പോയിന്റാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആ വ്യക്തിയോടും റസൂലുള്ളാഹി ആരാണ്? റഹ്മത്തുൽ ആലമീൻ അല്ലേ? നമ്മളോ? ഗളുബാനും. ഇതെങ്ങനെ ശരിയാവാ? നമ്മളോട് ദേഷ്യം വെച്ചാലും ആ വ്യക്തിക്കും റസൂലുള്ളാഹി വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ ആണല്ലോ, അല്ലേ? അതിൽ മാറ്റമില്ലല്ലോ. അയാൾക്ക് അപ്പോഴും റഹ്മത്തുൽ ആലമീനായിട്ട് റസൂലുള്ളാഹി നിലകൊള്ളുന്നു, നമ്മളോ ഗളുബാൻ, നമ്മൾ ദേഷ്യക്കാരനായിട്ടാണ് നിലകൊള്ളുന്നത്. അതായത് ഒരു നല്ല മനുഷ്യൻ്റെ അടയാളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹയാത്തി ഖൈറുല്ലക്കും വ മമാത്തി ഖൈറുല്ലക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ആ ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് നന്മ ചെയ്താലും അതിന് ശേഷം പറയുന്നത്, എൻ്റെ ജീവിതവും എൻ്റെ ഹയാത്തീവോ മമാത്തിയോ എൻ്റെ മരണവും എല്ലാം നിങ്ങൾക്ക് ഖൈറാണ്. എൻ്റെ നിങ്ങൾ എന്ത് അമല് ചെയ്താലും ഞാനത് കാണും. നല്ലതാണെങ്കിൽ ഞാൻ അള്ളാഹിനെ സ്തുതിക്കും, നല്ലതല്ലാത്തതാണെങ്കിൽ ഞാൻ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ചു നോക്ക്, ഒരാൾ നമ്മൾ ഉപദ്രവിച്ചു, ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു. ഈ വഴക്ക് പറഞ്ഞ ആളോട് നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ, ആ വഴക്ക് പറഞ്ഞ ആൾക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുത്ത്, അയാൾ ഇങ്ങോട്ട് ആക്രമിച്ചത്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. സാധാരണ 50-50 ഉണ്ടാവാം. ഞാൻ 50-50 അല്ല സംസാരിക്കുന്നത്. നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ ഒരാൾ നമ്മളെ വഴക്ക് പറഞ്ഞാൽ പോലുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോൾ 50-50 എന്തായാലും പെടുമല്ലോ. ഒരാൾ നമ്മൾ വെറുതെ ചീത്ത പറഞ്ഞു, ആ ചീത്ത പറഞ്ഞത് നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ശിക്ഷയ്ക്ക് അർഹനാണ്. ആ ബാക്കിലുള്ള മുതിർന്ന ആളെ കുറച്ച് മുമ്പിൽ വന്നിരിക്കുമോ? ആ ബാക്കിലുള്ള കുറച്ച് മുതിർന്ന അവരൊന്ന് മുമ്പിൽ വന്നിരിക്കും. ആ ബാക്കിലുള്ള നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരും. കാരണം എന്താ പറയുക, ഈ കുട്ടികളെനിക്ക് മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ റാഹത്താണ്. ഇവിടെ ഉസ്താദ്മാരുണ്ട്, ഉസ്താദ്മാരുടെ മുഖത്തേക്ക് നോക്കാൻ പേടിയാണ്. കാരണം അവർക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാം. അതപകേട് സംഭവിക്കാൻ പാടില്ലല്ലോ. കുറച്ച് ആളുകൾ പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് കുറേ തലകൾ കാണുന്നുണ്ട്, അതൊരു സമാധാനമുണ്ട്. ഈ കുട്ടികൾക്കെല്ലാം മനസ്സിലാവില്ല, ചിലത് അവർക്ക് മനസ്സിലാവും, ചിലത് ഞാൻ നിങ്ങളുടെ കാര്യം ഇടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷേ ഈ 6ാം ക്ലാസ്സിൻ്റെ മേലെയുള്ള കുട്ടികൾ ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മക്കളെ. കാരണം എന്താണെന്നറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, വെറുക്കാൻ അറിയില്ല. ചില പാട്ടിൽ ഇന്നാളൊരു കുട്ടി പാട്ട് പാടി, ഹബീബെ അങ്ങ് എന്നോട് വെറുപ്പാണോ, അങ്ങക്ക് എന്നോട് വെറുപ്പാണോ? ഞാൻ പറഞ്ഞു, മോനെ ആ പാട്ട് പാടല്ലേ, ഹബീബിന് മോനെ വെറുക്കാൻ അറിയാത്ത ആളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും വെറുക്കാൻ അറിയില്ല. നമ്മളെ പ്രയാസപ്പെടുത്താൻ ലഖദ് ജാഅകുൻ്റെ അർത്ഥം ശരിക്കും പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും. ഉമ്മത്തിൽപ്പെട്ട നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ആ വിഷമം സഹിക്കാത്തവരാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത്രമാത്രം നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട് റസൂൽ. പക്ഷേ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ്, എന്നിട്ടും ആ റസൂലിലേക്ക് എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടത്ര കണക്ഷൻ കിട്ടാത്തത്? അതിന് ചില കാരണങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു, ഒരാൾ നമ്മളെ ഉപദ്രവിച്ചു, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അയാൾ അങ്ങോട്ട് ഉപദ്രവിച്ചതാണ്, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞ് വഴക്ക് പറഞ്ഞ് കളിയാക്കിയതാണ്.
ആ ആൾക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ അള്ളാൻ്റെ അടുത്ത് അയാൾ കുറ്റക്കാരനാണ് അല്ലേ? പറ, അള്ളാൻ്റെ അടുത്ത് അയാൾ കുറ്റക്കാരനല്ലേ? ശിക്ഷ കിട്ടൂല അയാൾക്ക്. എൻ്റെ ചോദ്യം, ഈ ആളും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളല്ലേ? അല്ലേ? ഉമ്മത്തിൽപ്പെട്ട ഒരാൾ ശിക്ഷക്ക് അർഹനായിരിക്കുന്നത് റസൂലുള്ളാഹിക്ക് സന്തോഷമാണോ വിഷമാണോ? അപ്പോൾ ഈ വ്യക്തിക്ക് ആ തെറ്റ് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്താൽ റസൂലുള്ളാഹിന്റെ ആ വിഷമത്തിൽ നിന്ന് റസൂലുള്ളാഹിനെ എനിക്ക് മാറ്റാൻ പറ്റും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? കാരണം എന്നെ ഒരാൾ പ്രയാസപ്പെടുത്തിയാലും എന്നെ ഒരാൾ ഇടങ്ങാറാക്കിയാലും പടച്ചവനെ, അയാളും നിന്റെ ഹബീബിൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് അയാൾക്ക് ഞാൻ പൂർണ്ണമായും പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന പടച്ചവനെ, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിക്കും, എന്നിട്ട് ഇസ്തിഗ്ഫാർ അവർക്ക് വേണ്ടി ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എനിക്കത് താങ്ങാനാവൂല. കാരണം ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ റസൂലുള്ള വിഷമിക്കുക അയാൾക്ക് വേണ്ടി എനിക്ക് താങ്ങൂല. വൽ ആഫീന അനിന്നാസ്, ഇതങ്ങോട്ട് ചേർത്ത് വായിച്ചാൽ മതി. റഹ്മത്തുല്ലിൽ ആലമീനാണ് ഒന്ന് ഞാൻ പറഞ്ഞു. കാരണം എതിർത്ത് ഇടങ്ങാറാക്കുന്ന ആൾക്കും റഹ്മത്തുല്ലിൽ ആലമീനാ, നമ്മൾ അയാൾക്ക് ദേഷ്യമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇങ്ങനെ ചില കാര്യങ്ങൾ ക്ലിയർ ആവാതെ, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള വാതിൽ തുറക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം ഞാൻ പറയുന്നു, റസൂലിൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളോടും ഒരു വിഷയത്തിലും ദേഷ്യം ഉണ്ടാകാൻ പാടില്ല, വെറുപ്പ് ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ? ഈ മഹബത്ത്, ഇഷ്ക് അല്ലെങ്കിൽ മവദ്ദത്ത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതിലൊക്കെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. നമ്മൾ വേഗം ഇഷ്കിനെ കുറിച്ചാണ് സംസാരിക്കുക. നമുക്ക് ഇഷ്ക് എന്ന് പറയാനുള്ള യോഗ്യത പോലും ഇല്ല നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കൊന്നും. കാരണം മഹബത്തൊന്ന് ക്ലിയർ ആവണ്ടേ, ഹുബ്ബ് ക്ലിയർ ആവണ്ടേ, അതിൻ്റെയും ബാക്കിൽ മവദ്ദത്തുണ്ട്. ആ സ്റ്റെപ്പ് ഒന്ന് ക്ലിയർ ആയി കിട്ടണം, എന്നിട്ടല്ല ഇഷ്കിലേക്കൊക്കെ എത്തുക. ഇഷ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി ഇല്ലാതായി, ഞാൻ ഹബീബിൽ സമർപ്പിച്ച് ആഷിഖ് മഅ്ശൂഖിൻ്റെ ദാത്തിൽ ഫനാ സംഭവിക്കുന്ന ഒരു പ്രത്യേകതരമായ അവസ്ഥയുണ്ട്. പിന്നെ എൻ്റെ ഇഷ്ടങ്ങളില്ല, പിന്നെ ഞാൻ ഇല്ല, എന്നെ അയാൾ ഉപദ്രവിച്ചു ഇല്ല, ഒറ്റ ചിന്തയുള്ള എല്ലാം ഹബീബിൻ്റെ ഉമ്മത്ത് ഖാസുണ്ട്, ഉമ്മത്ത് ആമുണ്ട്. ഉമ്മത്ത് ആമിൽ എല്ലാ മതക്കാരും പെടും. ഉമ്മത്ത് ഖാസിൽ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് മുസ്ലിങ്ങളായ ആളുകൾ, അമുസ്ലിങ്ങളായ ആളുകൾ കൂടെ ഉൾപ്പെടുന്നതാണ് ഉമ്മത്ത് ആമ്. അപ്പോൾ എല്ലാ ജനങ്ങളോടും സ്നേഹം മാത്രം, ഉപദ്രവിച്ചവനോടും സ്നേഹം, എടങ്ങേറാക്കിയവനോടും സ്നേഹം. ഇതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂൽ റഹ്മത്തുൽ ആലമീൻ ആണെങ്കിൽ കൂനൂ റബ്ബാനിയീൻ എന്ന് വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ചില മുഫസ്സിരിങ്ങൾ വിശദീകരിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ കാരുണ്യത്തിൻ്റെ ആളുകളായി മാറണം എന്നാണ്. ഖുർആനിൽ വേറെ സ്ഥലത്ത് ഒരു ആയത്തുണ്ട്, വമാ അർസൽനാക റഹ്മത്തുൽ ആലമീൻ. വേറെ സ്ഥലത്ത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. തെറ്റുകൾ ഒരുപാട് ചെയ്ത ആളുകളെ വിളിച്ചിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ ഒരിക്കലും ആശ മുറിയരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് ആശ മുറിയരുത്. അവിടെ വേറെ ചില അർത്ഥങ്ങൾ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. റഹ്മത്തില്ലാഹ് എന്ന് പറഞ്ഞാൽ റസൂലിനെ കൊട്ട് എന്നാണ് അർത്ഥം. ഇനി തെറ്റ് ചെയ്തു പോയി എന്നതുകൊണ്ട് റസൂലിനെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കരുത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുത്ത് കഴിഞ്ഞ്, നേരത്തെ നമ്മുടെ ഉസ്താദ് ഇവിടെ ഓതിയ ആയത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഒരാൾ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ് എന്ന് പറഞ്ഞ ആയത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ റസൂലിലേക്ക് വരിക, ഫത്തബിഊനി. എന്നിട്ട് അതിന് കിട്ടുന്ന ആ ഒരു ഇത് പെട്ടെന്ന് കൊടുക്കുമോ? അല്ലെങ്കിൽ പിന്നെ കൊടുക്കാം. അതായത് ഒരു സെറ്റായി ഇങ്ങനെ വരിക. അതിന് ബാക്കിയുള്ളവർക്ക് പിന്നെ കിട്ടും കേട്ടോ. കാരണം എന്താ പറയുക, റസൂലിൻ്റെ സദസ്സിൽ വെച്ച് വേറെ ഒന്നും നടക്കാൻ പാടില്ല ശരിക്കും. അത് ചെറിയ മക്കളാവും, പിന്നെ അവർക്ക് മിഠായിയൊക്കെ കൊടുക്കണം. അവർ ആ ചെറിയ മക്കളുടെ നിഷ്കളങ്കത കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ സദസ്സ് അല്ലാഹു സ്വീകരിക്കുക. നമ്മുടെയൊക്കെ കൽപ്പിൽ കുറേ കറകളൊക്കെ ഉണ്ടാവും, നമുക്കറിയില്ല. ഇനി കൊണ്ടല്ലോ കേട്ടോ, ഇനി നമുക്ക് പിന്നെ ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാം, ഉച്ചൻ്റെ സമയത്ത് മറ്റോ കൊടുക്കാം. അപ്പോൾ ചുരുക്കി ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഈ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളോടും എന്തിൻ്റെ പേരിലും വിഷമം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ എൻ്റെ സംസാരം കേൾക്കുന്ന സ്ത്രീകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഞാനും സൈക്കോളജിസ്റ്റും കൂടെ ആണല്ലോ. സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ഡിസീസുകളുണ്ട്. അതായത് ഇവിടെയൊക്കെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കെട്ടിച്ചു വിടുന്ന സിസ്റ്റല്ലേ അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സിസ്റ്റല്ലേ ഇവിടെ? അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ചില പെൺകുട്ടികൾ, ആ ചില സ്ത്രീകൾക്ക്
ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക സമാധാനം. സമാധാനം. സ്വന്തം വീട്ടിൽ, ഭർത്താവിൻ്റെ വീട്ടിൽ ഊരവേദന, കാലുവേദന, ഷോൾഡർ പെയിന്, അവിടെ വേദന, ഇവിടെ വേദന, ക്ഷീണം, തലവേദന, അങ്ങനെ പല മൈഗ്രെയിൻ, പല ഐറ്റംസ് പരിപാടികളുണ്ടാവും. സ്വന്തം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉമ്മ, സഹോദരന്മാർ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ നടക്കും. സമാധാനം. ഒരാഴ്ചത്തേക്ക് പരോള് കിട്ടിയതുപോലെയാണ്. ഈ പരോള് കിട്ടിയിട്ട് നാളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്നിടത്തെത്തുമ്പോൾ, നാളെ തിരിച്ചു പോകണമെങ്കിൽ ഇന്ന് വൈകുന്നേരം കൈയും കാലും കുഴയാൻ തുടങ്ങും. എന്തേ മോളെ ഒരു മനസമാധാനം കിട്ടുന്നില്ല എന്ന് പറയും. അതെന്താ കാരണം? ഈ ശരിക്കും പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണോട്ടെ, എവിടെയാണ് റസൂലുമായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഡിസ്കണക്ഷൻ വരുന്നത് എന്നാണ് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ എന്താ സംഭവം എന്നറിയോ? യഥാർത്ഥത്തിൽ ഈ ക്ഷമിക്കുക, സഹിക്കുക, രണ്ടും രണ്ടാണ്. സാധാരണ നമ്മൾ പറയുമ്പോൾ ക്ഷമിക്കണം, സഹിക്കണം എന്ന് ഒന്നിച്ചാൽ പോരാ. അത് രണ്ടും രണ്ടാണ്. സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ എന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പേരെന്താ? ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ പേരെന്താ? കേൾക്കുന്നില്ല. ആസിം അല്ല, അതിനല്ലേ? ആസിമ ആണോ? കാസിം. ഓക്കെ. അപ്പോൾ കാസിം, ശരിക്കും ഞാനൊരു പോയിന്റ് പറയണേ. ഉദാഹരണമാണേ. അപ്പോൾ ഈ കാസിം എന്ന് തങ്ങളൊന്നുമില്ലല്ലോ. അല്ല, തങ്ങന്മാരാണെങ്കിൽ ഉദാഹരണം പറയാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ തങ്ങന്മാരെ കൊണ്ട് ഉദാഹരണം പറയൂല. അപ്പോൾ ഈ കാസിം എന്ന് പറയുന്ന അദ്ദേഹം എന്നോടൊരു തെറ്റ് ചെയ്തു. ഉദാഹരണം കേട്ടോ. അത് ക്ഷമിക്കൽ എങ്ങനെയാണ്, സഹിക്കൽ എങ്ങനെയാണെന്ന് പറയുന്നത്. സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഞാനത് അമർത്തി വെക്കുന്നു. കാസിം ഞാൻ പറയുമ്പോൾ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക. ഭർത്താവിൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ അയൽവാസികളോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ ആരോ ഒരാൾ നിങ്ങളോട് ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. അത് സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിൻ്റെ ഉള്ളിൽ അമർത്തി വെക്കലാണ്, സപ്രസ് ചെയ്യുക. ആ കാസിമിനെ കാണുമ്പോൾ ഒക്കെ ആ ഒരു സംഭവം കയറി വരും. ആ ഇമോഷൻ സർഫസ് ചെയ്ത് വരും എന്ന് പറയാം. ദാറ്റ് സർഫസസ്. ആ ഇമോഷൻ സർഫസ് ചെയ്ത് വരും. കാസിമിനെ കാണണ്ട. കാസിം അതിൽ കൂടെ നടന്നു പോകുന്ന വണ്ടി കണ്ടാൽ മതി. അല്ലെങ്കിൽ ആരെങ്കിലും കാസിം എന്ന് പറഞ്ഞാൽ മതി. എവിടെ കാസിം? എവിടെ? എന്നെ വല്ലാതെ ഇടങ്ങാറാക്കിയ ആളയാള്. ആ ചിന്ത പോലും, ആ പേര് പോലും, ആ നാട് പോലും എനിക്ക് വല്ലാതെ ഇടങ്ങേറുകൾ ഉണ്ടാക്കും. അതാണ് സംഭവം. ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ, ദേഹം എന്നെ പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ഇമോഷൻ ഉണ്ടല്ലോ, ആ ഇമോഷൻ എൻ്റെ മനസ്സിലേക്ക് സേവ് ചെയ്യപ്പെട്ട് സൂക്ഷിക്കപ്പെടാൻ ഞാൻ അനുവദിക്കാതെ അത് അവിടുന്ന് തന്നെ ഡിലീറ്റ് ചെയ്യും. ഉള്ളിൽ കയറാൻ സമ്മതിക്കുന്നില്ല. അവിടുന്ന് തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ഒഴിവാക്കലാണ്. പിന്നെ ആ കാസിമിനെ കണ്ടാൽ എനിക്കൊന്നും തോന്നൂല, ഇഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഇമോഷൻ, പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഇമോഷൻ കുറേ കാലം സൂക്ഷിച്ചു വെച്ചാൽ സൈക്കോസൊമാറ്റിക് ഡിസീസ് ഉണ്ടാവും. ഇമോഷണൽ സ്റ്റാഗ്നേഷൻ എന്നാണ് അതിന് പറയാം. ചില പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത്, ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ആളാണല്ലോ, ചില പെണ്ണുങ്ങൾ കൺസൾട്ടിങ്ങിന് വന്നിട്ട് പറയും, തുടക്കം എങ്ങനെയായിരിക്കും, ഭയങ്കര രസാ, തുടക്കം എങ്ങനെയാണ് സാറേ, കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായി അല്ലെങ്കിൽ 12 വർഷമായി സാറേ, ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു സാറേ ജീവിച്ചത്. ഭയങ്കര ബോൾഡായിട്ട് തുടങ്ങുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ആകെ പൊട്ടിത്തെറിക്കും. എന്നിട്ട് പറയും, സാറേ കഴിഞ്ഞ ദിവസം സാറേ എൻ്റെ ഭർത്താവ് പറഞ്ഞ കാര്യം സാറിനോട് പറയുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പൊട്ടിക്കറിഞ്ഞ് മുല്ലങ്ങനെ ആകെ ഒരു പ്രത്യേകമായൊരു അവസ്ഥയാണ്. ഞാൻ സാധാരണ എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ ദ്വാരക്കാൻ പറയാറുണ്ട്. കാരണം ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുടെ കരച്ചിൽ കാണുന്ന ഒരാൾ ഞാനായിരിക്കും. കാരണം കൺസൾട്ടിങ്ങിന് വന്നിട്ടേ കണ്ട് ഈ സ്ത്രീകളെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ ഈ കരച്ചിൽ കാണാൻ ഭയങ്കര ഭംഗിയില്ല, ചിരിക്കുന്ന ഭംഗി കരച്ചിലിനില്ല. അങ്ങനെ ഒരു പ്രത്യേക ഐറ്റംസ് ഒക്കെയാണിത്. ഞാൻ സാധാരണ ചില പെണ്ണുങ്ങൾ എന്നോട് പറയും, ആണുങ്ങളും പറയാറുണ്ട്, എന്താ പറയുക, ദേഷ്യം കുറക്കാൻ സൈക്കോളജിയിൽ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? ഉണ്ട്, നല്ലൊരു സുന്ദരമായൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പഠിപ്പിച്ചു തരാം. മക്കളെ ദേഷ്യം കുറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മെത്തേഡ് പഠിപ്പിച്ചു തരാം. അത് സ്ത്രീകൾക്കും ഒക്കെ ഉപകാരപ്പെടും. എന്താണെന്നറിയോ, ദേഷ്യം ഉണ്ടെങ്കിൽ, അതായത് ഞാൻ ഒരാളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും, ഇത് കൈവിട്ട് പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ, എൻ്റെ കൈവിട്ടിപ്പോൾ പോവും, ഔട്ട് ഓഫ് കൺട്രോൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ, വേഗം അവിടുന്ന് മാറിയിട്ട് റൂമിൽ കയറി വാതിലടക്കാം. റൂമിൽ കയറി വാതിലടച്ചിട്ട് ആ ദേഷ്യം ഇങ്ങനെ മനസ്സിലുള്ളിലുണ്ടല്ലോ, പറയാഞ്ഞിട്ട് ഒരു നിക്കപ്പുറതി ഇല്ല, എന്തെങ്കിലുമൊക്കെ പറയണം. അപ്പോൾ അവിടെ നിന്നാൽ മകനോട് പറയും, അല്ലെങ്കിൽ ഭർത്താവിനോട് പറയും, ഭർത്താവാണെങ്കിൽ ഭാര്യനോട് പറയും, ആരോടെങ്കിലൊക്കെ പറയും, അല്ലെങ്കിൽ ഏട്ടനാണെങ്കിൽ അനിയനോട് പറയും. അപ്പോൾ വേഗം റൂമിൽ കയറി വാതിലടക്കുക. വാതിലടച്ചിട്ട് കണ്ണാടി നോക്കുക. കണ്ണാടി നോക്കിയിട്ട് പറയാനുള്ളത് മുഴുവനും പറയാം, മൊത്തം പറയാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, കണ്ണാടിയിൽ നോക്കിയിട്ട് ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ഭീകരമായ മുഖം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. സാധാരണ ഒരാൾ കണ്ണാടി നോക്കലപ്പോഴാ, ലേഡീസ് സ്ത്രീകൾ കണ്ണാടി നോക്കലപ്പോഴാ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ സെറ്റപ്പായിട്ട് ഇങ്ങനെ നോക്കാനാണ് കണ്ണാടി നോക്കുക. ഈ ഭീകരമായ, അതായത് നമ്മൾ മറ്റൊരാളോട് ഷൗട്ട് ചെയ്യുമ്പോൾ, ദേഷ്യം പിടിക്കുമ്പോൾ ഉള്ള അതിഭീകരമായ മുഖം ഒരിക്കലും കണ്ണാടിയിൽ കാണാറില്ല.
അപ്പോൾ ഈ ഒരു ടെക്നിക്കിൽ ഇങ്ങനെ വന്നിട്ട് കണ്ണാടി നോക്കി ഇങ്ങനെ കുറേ പറഞ്ഞാൽ ഈ ഭീകരമായ മുഖം കാണുമ്പോൾ പടച്ചോനെ ഇതാണല്ലോ ഞാൻ ദേഷ്യം പിടിക്കുമ്പോൾ മറ്റുള്ളവർ കാണുന്നത്. ഇനി നാളെ കുട്ടിനോട് ദേഷ്യം പിടിക്കാൻ വേണ്ടി തോന്നും, പെട്ടെന്ന് ആ മറ്റേ മുഖം ഓർമ്മ വരും, ആ ദേഷ്യം കുറയും. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളോട് ഈ ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൺ ദ സ്പോട്ടിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയലാണ്. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു തആല നമ്മൾ അങ്ങനെ ആക്കി തരുമാറാവട്ടെ. അതെങ്ങനെയാണെന്നറിയോ? ഒരാൾ എന്നെ ചീത്ത പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന് ഒരാൾ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പൂച്ചയെ മോഷ്ടിച്ചിട്ടില്ലേ? പൂച്ചയെ കട്ടവരോട് മനസ്സിലാവില്ല, പൂച്ചയെ കട്ട ആളല്ലേ, മോഷ്ടിച്ച ആളല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അബൂ ഹുറൈറ എന്ന് പേര് വന്നതെന്ന് ചോദിച്ചു. ഉടനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കൈ ഉയർത്തി പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹു നിങ്ങൾക്കും എനിക്കൊക്കെ പൊരുത്തപ്പെട്ട് തരട്ടെ എന്ന് പറഞ്ഞു. വേറെ തവണ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരമകനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ പരസ്യമായിട്ട് തെറി പറഞ്ഞു. ആരെ? റസൂലുള്ളാഹിന്റെ മകളാ ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവരുടെ പേരക്കുട്ടിയാ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. അവരിലൂടെയാണ് ഈ പരമ്പര മുഴുവനും പോകുന്നത്. അവരുടെ മകനാ ബാക്കർ റളിയല്ലാഹു അൻഹു, അവരുടെ മകനാ ജാഫർ സാദിഖ്, അവരുടെ മകനാ മൂസൽ കാദിം. അങ്ങനെ വന്നിട്ടാണ് പരമ്പര എല്ലാം വരുന്നത്. ജാഫർ സാദിഖ് ആ പരമ്പര മുഴുവൻ അങ്ങനെ വരുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പേരക്കുട്ടിനോട് ഒരാൾ ചീത്ത പറഞ്ഞു. അതായത് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ തങ്ങളോട് നടത്തോ. അലി അലൈഹിസ്സലാം ഒരാൾ ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു, തെറി പറഞ്ഞു. അലി സയ്യിദ് എന്ത് ചെയ്യുന്നു അറിയോ? പോക്കറ്റിൽ കൈയിട്ടു. അപ്പൊ അവിടെ പൈസ ഉണ്ട്, 400 ദിനാർ, 400 ദിർഹം, 400 ദിർഹം ആ പോക്കറ്റിലുള്ളത്. ഈ 400 ദിർഹം പോക്കറ്റിലുണ്ട്. പോക്കറ്റിലുള്ള 400 ദിർഹം എടുത്തിട്ട് ചീത്ത പറഞ്ഞ ആൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത്ര പൈസയെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ, ഉണ്ടാകുമ്പോൾ ഞാൻ പിന്നെയും തരാൻ കേട്ടോ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ശരിക്കൊരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹു അങ്ങനെയൊക്കെ ആയ എന്ത് രസമായിരിക്കുന്നറിയോ? ഒരു സെക്കൻഡ് പോലും ഒരാളോടും ദേഷ്യമില്ലാത്തൊരവസ്ഥ വരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ മഹബത്തിന്റെ വാതിൽ തുറക്കില്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താ? നേരത്തെ ഞാൻ പറഞ്ഞു 60 വയസ്സുള്ള ഒരു ഉസ്താദ് മിനിയാന്ന് കരഞ്ഞ കഥ ഞാൻ പറഞ്ഞു. അങ്ങനെ കുറേ അനുഭവങ്ങൾ അങ്ങനെ ഉണ്ട്. ഞാൻ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി. ഒരു ഉസ്താദിന്റെ ദർസിന്റെ റബീഉൽ അവ്വൽ പരിപാടിയിൽ റബീഉൽ അവ്വൽ പ്രഭാഷണത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചാൽ ഞാൻ പൊതുവേ പോകാറുണ്ട്. എനിക്ക് ദൂരത്തൊക്കെ പോകാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഈ പരിപാടിക്ക് വരൂല കുറേ പറഞ്ഞിരുന്നു. പിന്നെ മാണി ഉസ്താദിന്റെ സ്ഥാപനമാണ്, ഉസ്താദിനോടൊരു അതപകേടായി പോകുമോ എന്ന് പേടിച്ചത് കൊണ്ട് മാത്രം വന്നതാണ് ഞാൻ. കാരണം ഈ 16 ഞാൻ കൽക്കൂട്ടിയൊക്കെ ഏകദേശം ഒരു 16 മണിക്കൂർ യാത്ര ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ, 2 മണിക്കൂർ സംസാരിക്കാൻ. അപ്പോൾ കുറേ ഇന്ന് നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇന്ന് ശരിക്കും കൺസൾട്ടിങ്ങിൻ്റെ ദിവസമാണ്. ചൊവ്വാഴ്ചയൊക്കെ കൺസൾട്ടിങ് ഉള്ള ദിവസമാണ്. ചൊവ്വാഴ്ച രാത്രി പറഞ്ഞാൽ ഞാൻ കളരി പഠിക്കാൻ പോകുന്ന ദിവസമാണ്. കളരി കരാട്ടയൊക്കെ പഠിക്കും, 1.5 കൊല്ലമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലതാണ്, കരാട്ടയൊക്കെ പഠിക്കാൻ ഏറ്റവും പഠിക്കുന്ന നല്ല. അപ്പോൾ ഇന്നത്തെ കളരി ക്ലാസ്സും മിസ്സായി, കൺസൾട്ടിംഗ് ഒക്കെ മിസ്സായി. പക്ഷേ മാണി ഉസ്താദിൻ്റെ വളരെയധികം പ്രാധാന്യമുള്ള പവിത്രതയുള്ള നല്ല ഒരു സ്ഥാപനമാണിത്. ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ വലിയ ദീനീപരമായ അറിവും വിജ്ഞാനവും മഹബത്തും എല്ലാം കൊടുക്കുന്ന അതിമഹത്തായ ഒരു സ്ഥാപനമാണ് എന്ന് എനിക്കറിയാം. ഇവിടെ അജ്മീർ നേർച്ച റജബ് മാസത്തിൽ വലിയ രീതിയിൽ നടക്കാറുണ്ട്. സുൽത്താൻ ഉലമ ഉസ്താദ് അവറുകൾ സാധാരണ എല്ലാ വർഷവും വരാറുണ്ട്. ഉസ്താദിന് ക്ഷീണമായപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബദറു സാദാത്ത് ഖലീത്തങ്ങളൊക്കെയാണ് വന്നത്. ഒക്കെ ഞാൻ അറിയും. അത്രയും വലിയ മഹബത്തുള്ള മഹാന്മാരധികം സ്നേഹിക്കുന്ന ഈ നാട്ടിൽ പരിസര സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഇംഗ്ലീഷ് മീഡിയത്തിന് എവിടെ ഞാൻ മദീന എന്ന് പേര് കണ്ടിട്ടില്ല. നൗറത്തുൽ മദീന, മദീനയുടെ പൂന്തോട്ടം. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പേര് പോലും, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പേര് പോലും മദീനയെ ചേർത്തിട്ടാണ്. മദീനയുടെ പൂന്തോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. അത്ര സുന്ദരമായ ഒരു സ്ഥാപനം. അപ്പോൾ ഈ സ്ഥാപനത്തോട് എനിക്ക് ഏറെ ഇഷ്ടവും താല്പര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും ദൂരം. ഞാനൊരു വലിയ ആളാണെന്നല്ല ഇതിൻ്റെ, ഞാനൊരു പാവപ്പെട്ട ആളാണ്. എന്നാൽ പോലും വന്നത് ഈ സ്ഥാപനത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ്. കാരണം ഈ സ്ഥാപനം അത്രയും വലിയ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും മഹത്തായ കർണാടകയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിത ഉലമാക്കളിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ പാപ്പ ഖദ്ദസുല്ലാഹു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് മാണി ഉസ്താദ്. ആ മാണി ഉസ്താദ് നീണ്ട 80 വയസ്സിലധികം പ്രായമായി ഇപ്പോഴും ദർസായി സേവനമായി സ്ഥാപനത്തിന് നേതൃത്വമായി ഇവിടെ വരുന്ന ആളുകൾക്ക് തണലായി നമ്മുടെ കൂടെ ഉണ്ട്. അള്ളാഹു ആഫിയത്തും ഇസ്സത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഈ ചർച്ച നമുക്ക് ഉപകാരപ്പെടണം. ഇപ്പോൾ ലോകത്ത് ആര് നമ്മളോട് ചീത്ത പറഞ്ഞാലും ആര് നമ്മളെ സങ്കടപ്പെടുത്തിയാലും ഞാൻ ഇത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഞാൻ ഈ പറയുന്ന കാര്യം കുട്ടിക്കൊന്നും പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളിലൊരു ഞാനുണ്ട്. ആ ഞാനാണ് ഈ പ്രശ്നക്കാരൻ മുഴുവനും. ഞാൻ പോകണം, ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഇറങ്ങി പോകുന്നല്ല. ഇതിൻ്റെ ഉള്ളിലൊരു ഞാനുണ്ട്. സാധാരണ മഹത്തുക്കളായ ആളുകളൊക്കെ ദുആ ചെയ്യും. എങ്ങനെ ദുആ ചെയ്യുക? പടച്ചോനെ എത്രയും പെട്ടെന്ന് എന്നെ മരിപ്പിച്ച് തരണേ. അങ്ങനെ തുറക്കാൻ പറ്റുമോ? ദുആർക്കണം.
മൂത്തു ഖബല അൻ തമൂത്തു, ആ മൗത്താണത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മരിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ ആദ്യം പറയൂല, പക്ഷെ ഞാൻ ഉദ്ദേശം ഒരിക്കലും നമ്മൾ മയ്യത്തായി പോകുന്നല്ല. എൻ്റെ ഉള്ളിൽ അനാനിയത്ത്, അഹങ്കാരം, ആ അഹങ്കാരം മരിക്കട്ടെ എന്നാണ് ദുആ. ആ അഹങ്കാരം എന്നെ അള്ളാഹു മരിപ്പിക്കട്ടെ. അതാണത്. അത് ആ സാധനം മരിക്കാതെ ഒരിക്കലും നമുക്ക് ശരിയാവില്ല. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 2-3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉസ്താദിൻ്റെ ദർസിൽ പരിപാടിക്ക് പോയി. ആ പരിപാടിക്ക് പോയിട്ട് ഞാൻ അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ 2-2.5 മണിക്കൂർ സംസാരിച്ചു. രാത്രിയുള്ള പ്രഭാഷണമാണ്. ആ സംസാരത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ ഉസ്താദ് സ്റ്റേജിലാണ്, ഉസ്താദ് ആ പരിപാടിൻ്റെ മുഖ്യ നേതാവ്, ഉസ്താദിൻ്റെ ദർസാണ്, ആ ദർസ് സംഘടിപ്പിക്കുന്ന പരിപാടി ചെയ്തു. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആ പരിപാടി ഉസ്താദിനോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മൻ സ്വല്ല അലൈഹി അൽഫ മറ ദഖലൽ ജന്ന, റസൂലുള്ളാഹി പറയുന്നത് ഹറമ അല്ലാഹു ജസദഹു അലൻ നാർ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1000 സ്വലാത്തെങ്കിലും ചുരുങ്ങിയത് ഒരാൾ ക്വാളിറ്റിയിൽ ചൊല്ലിയാൽ, ഡെയിലി ചൊല്ലിയാൽ അയാളുടെ ശരീരം നരകത്തിൽ കടക്കൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ സ്വർഗ്ഗത്ത് കിടക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം ഞാൻ വിശദീകരിച്ച് ക്ലാസ് എടുത്തിരുന്നു അന്നവിടെ. അങ്ങനെ ദീർഘമായി 10-30 വർഷമായി ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന, താടിയൊക്കെ നരച്ച നല്ല പ്രായമുള്ള പണ്ഡിതൻ, ആ പരിപാടി കഴിഞ്ഞിട്ട് കുറച്ചപ്പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ വന്നിട്ട് മെല്ലെ പറഞ്ഞു, സാറേ ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും 1000 സ്വലാത്തുല്ലും. ഞാൻ ആ ഉരുകി ഇല്ലാതായിപ്പോയി. കാരണം ഇദ്ദേഹം വലിയ പണ്ഡിതനാണ്. എന്നിട്ട് പിന്നെ എന്നോട് വേറെ സ്ഥലത്ത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ അന്നത്തെ ആ പ്രഭാഷണത്തിന് ശേഷം 1000 സ്വലാത്ത് ചൊല്ലാതെ, എത്ര ദർസിൻ്റെ തിരക്കുണ്ടെങ്കിലും 1000 സ്വലാത്ത് ചൊല്ലാതെ ഞാൻ കിടന്നുറങ്ങാറില്ല എന്ന്. ഉസ്താദ് അതിൻ്റെ പിന്നത്തെ വർഷം മരണപ്പെട്ടു പോയി. അല്ലാഹു ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ഇതൊക്കെ എന്തിനാ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഹബീബിലേക്ക് കണക്ഷൻ കിട്ടാത്തത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുന്നില്ലേ? ഉണ്ട്. ബുറുദയിൽ പങ്കെടുക്കുന്നില്ലേ? ഉണ്ട്. പക്ഷേ പ്രശ്നം എവിടെയെന്നറിയോ? അതാണ്, ബന്ധങ്ങൾ കറക്റ്റ് അല്ല. അവിടെയാണ് പ്രശ്നം. അയൽവാസിയോടുള്ള കടമകൾ റസൂലുള്ള പറയുന്നത് കേട്ടപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അനന്തരാവകാശം വരെ കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. അത്രമാത്രമാണ് അയൽവാസിയോടുള്ള കടപ്പാട്. മലയാളത്തിൽ ഒരു പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനുണ്ട്, OV വിജയൻ. OV വിജയൻ്റെ എഴുത്തുകളൊക്കെ ഒരുപാട് ദശലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞതാണ്. മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നോവലിസ്റ്റുകളിൽ ഒരു 3 ആളെടുത്താൽ അതൊരാൾ. ആ OV വിജയൻ ഒരുത്തവൻ എഴുതി വെച്ചിട്ടുണ്ട്, പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്ക് എന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. എന്താണ് ആ വാക്ക്? അതിൽ പറയുന്നത് എന്താണ്? പിതാവില്ലാത്ത ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുട്ടിയെ നിങ്ങൾ ലാളിക്കരുത്, ആ കുട്ടിക്ക് സങ്കടമാകും. ഇങ്ങനെയൊക്കെ പറയാൻ മാനവികതയുടെ അപ്പോസ്തലനായ ഒരാൾക്കല്ലാതെ സാധിക്കില്ല എന്നാണ് OV വിജയൻ പറയുന്നത്. OV വിജയൻ്റെ സഹോദരി OV ഉഷ എഴുത്തുകാരിയാണ് മലയാളത്തിൽ. അവർ റസൂലുള്ളാഹിനെ കുറിച്ച് അതിമനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എത്ര എഴുതിയിട്ടുണ്ട്! റസൂലുള്ളാഹിനെ കുറിച്ച് അമുസ്ലിമീങ്ങളായ ചിന്തകർ, സാഹിത്യകാർ, അതുപോലെ സയൻറ്റിസ്റ്റുകൾ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. പഠിക്കാത്തവർ നമ്മൾ മാത്രമേ ഉള്ളൂ, കുറച്ച് ആൾക്കാർ. അതായത് ആ പേരിൽ ജീവിക്കുന്ന, റസൂലുള്ളാഹിൻ്റെ ഉമ്മത്താണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നമ്മളെപ്പോലെയുള്ള കുറച്ച് ആളുകൾ മാത്രം റസൂലുള്ളാഹിനെ പഠിച്ചിട്ടില്ല. ഞാൻ കുറച്ച് മുമ്പ് ഒരു ഇൻ്റർവ്യൂ കണ്ടു, ഒരു ഇംഗ്ലീഷിലുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ ഒരു ലേഡിയെ ഒരു അറബിയായ ഒരു പത്രപ്രവർത്തകൻ, കന്തൂറയും തോപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യാം. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ആ ലേഡി ഇന്ത്യക്കാരിയാണ്. ആ ഇന്ത്യക്കാരി പറയുന്നുണ്ട്, ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ആസ് എ ഹിന്ദു ഇൻ ഹൈദരാബാദ്. ഹൈദരാബാദിൽ ഹിന്ദുവായി ജനിച്ച് വളർന്ന ഒരാളാണ് ഞാൻ ഹൈദരാബാദുകാരിയാണ്. അവിടെ ഹിന്ദുവായിട്ട്, ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ഫാർമസി കോഴ്സൊക്കെ പഠിച്ച്, എൻ്റെ സഹോദരിമാരെ നന്നായി ചിന്തിക്കുക, ഞാൻ ഫാർമസി കോഴ്സൊക്കെ പഠിച്ച് ഞാൻ പാസ്സായി. അബുദാബിയിൽ എനിക്ക് ജോലി കിട്ടി. അബുദാബിയിൽ നിന്നാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ അബുദാബിയിൽ എനിക്ക് ജോലി കിട്ടി. എൻ്റെ കൂടെയുള്ള ഇന്തോനേഷ്യക്കാരികളായ, അതേപോലെ തന്നെ അബുദാബി ഇമാറാത്തികളായ, അബുദാബിക്കാരായ അറബികളായ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചില മുസ്ലിം സ്ത്രീകൾ, അവർക്ക് എന്നോടുള്ള ബഹുമാനം, എന്നോടുള്ള ആദരവ്, ഞാനൊരു മുസ്ലിമാണ്, ആ ബഹുമാനവും ആദരവും എല്ലാം കണ്ടപ്പോൾ എന്തൊരു ബഹുമാനമാണിത്, ഈ ആദരവ് ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് എന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അത് അവർക്ക് ഇസ്ലാമിൽ നിന്ന് കിട്ടിയതാണ്. അന്ന് മുതൽ ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി നൗ ഐ ആം എ മുസ്ലിം. ഇപ്പോൾ ഞാനൊരു മുസ്ലിമാണ്. ഇത് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി പറഞ്ഞ കാര്യം, ഒരു 10-30 വയസ്സൊക്കെ പ്രായം ഉണ്ടാവും തോന്നുന്നു കണ്ടിട്ട്. ഏതായാലും ഈ പെൺകുട്ടി ലാസ്റ്റ് പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു വാക്കാണ്. അതിൽ പറയുന്നത്, അങ്ങനെ ഞാൻ മുസ്ലിം ആയതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഖുർആൻ എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങിയ രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ലേഡി പറയാം, ഖുർആൻ ആദ്യമായി എൻ്റെ കയ്യിൽ കിട്ടിയ രംഗം. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഖുർആൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നതാണ് ഇത് പറയുമ്പോൾ. ആ ലേഡി പറയാൻ, അള്ളാഹു ഈ പ്രപഞ്ചം, ബ്രഹ്മാണ്ഡ കടാകം, ഗോളങ്ങളും ഗാലക്സികളും എല്ലാം പടച്ച, നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത, ലോകത്ത് 20,000 കോടി ഗാലക്സികൾ ഉണ്ടെന്ന് സയൻസ് പറയുന്നുണ്ട്. ഈ 20,000 കോടി ഒരു ഗാലക്സിയിൽ കോടാന കോടി നക്ഷത്രങ്ങൾ ഉണ്ടാകും അല്ലേ? ഭൂമിയുടെ എത്ര ഇരട്ടി സൂര്യനുണ്ടെന്ന കണക്ക്?
13 ലക്ഷം ഇരട്ടി വലുപ്പമുണ്ട് സൂര്യൻ ഭൂമിയുടെ. അല്ല, നിങ്ങൾ സയൻസിൽ പഠിക്കുന്നില്ലേ? ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടി വലുപ്പം സൂര്യനുണ്ട്. സൂര്യന്റെ 100 കോടി ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രം ലോകത്തുണ്ട്. വി വൈ കാനിസ് മെജോറിസ് എന്നാണ് അതിന്റെ പേര്. അതെല്ലാം പരിപാലിക്കുന്നത് ഖാലിഖായ റബ്ബാണ്. ആ റബ്ബാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിന്റെ ഹബീബ് നമ്മുടെയും ഹബീബാണ്. സുബ്ഹാനല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹു നമുക്ക് തന്ന വലിയൊരു ആദരവാണ്. എന്താ, നരേന്ദ്രമോദി മുഖ്യമന്ത്രി അല്ല, എന്താണ്, പ്രൈം മിനിസ്റ്റർ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവരുടെ PA, അവരുടെ സെക്രട്ടറിയെ നമുക്ക് സെക്രട്ടറി എന്ന് വിളിക്കാൻ പറ്റുമോ? ആരെ കേട്ട പ്രശ്നമാവില്ലേ? മുഖ്യമന്ത്രി, ഇവിടെ മുഖ്യമന്ത്രി ആരാ? സിദ്ധരാമയ്യ. സിദ്ധരാമയ്യന്റെ സെക്രട്ടറിനെ, അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് നമുക്ക് അസിസ്റ്റന്റ് വിളിക്കാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ ലോകം മുഴുവനും പടച്ച അള്ളാഹുവിന്റെ ഹബീബിനെ നമുക്ക് ഹബീബ് എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം അൽഹംദുലില്ലാഹ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു. ശരിക്കും ഹുവ അൻതയായി മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹുവ എങ്ങനെയാണ് അൻതയായി മാറുക? അവിടെ ലഫ്ളിൽ ഇങ്ങനെ മാറ്റിയാൽ പോരാ. ഹുവ എന്ന് പറയുമ്പോൾ എവിടെയുള്ള ഒരാളെന്നാ. അൻത എന്ന് പറയുമ്പോൾ ഖിതാബ് ഹുളൂരിയത്ത് കൊണ്ട് കമാലിയത്തിൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ ഖിതാബ് അൻതയായി മാറും. മനസ്സിലാവുന്നുണ്ടോ? ഉസ്താദ്മാർക്ക് വേഗം മനസ്സിലാവും. അറിവുള്ള ആൾക്കാർക്ക്, അല്ലാത്തവർക്ക് കുറച്ച് കഴിയുമ്പോൾ പിന്നെ മനസ്സിലായിക്കോളും. ഹുവ എന്ന് പറയുമ്പോൾ വേറെ ആളെ കുറിച്ച്, അൻത എന്ന് പറയുമ്പോൾ നേരെയുള്ള ആളെ പറയുന്നത്. അപ്പോൾ ആ മുഹാത്തബിൻ്റെ ഹുളൂരിയത്തിൻ്റെ കമാലിയത്തിൽ ആ ഒരു വർത്തമാനം പറയാൻ സാധിച്ചാൽ, അങ്ങനെയൊക്കെ ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചില സ്വഭാവങ്ങളുണ്ട്. അങ്ങേയറ്റം കൽബ് നന്നായിട്ട് ഒരാൾ അശ്റഖൽ ബദ്റു പാടിയാൽ, അശ്റഖ ബൈത്ത് ഇവിടെ ഇല്ലേ? ഈ നാട്ടിലില്ലേ? ഉണ്ടല്ലേ? അശ്റഖ ബൈത്ത് പണ്ടത്തെ കാലത്ത് എല്ലാവരും നിന്നിട്ടാണ് ചൊല്ലുക. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചൊല്ലുക. ഈ അശ്റഖ ബൈത്ത്, അശ്റഖൽ ബദ്റു എന്നുള്ള ബൈത്ത് ചൊല്ലി കുറച്ച് കഴിയുന്ന സമയത്ത് ചില യാ നബി സലാം അലൈക്കും അല്ലേ ജവാബിൻ്റെ, അത് ചിലപ്പോൾ മാറ്റി പാടാറുണ്ട്. മർഹബ യാ നൂറ ഐനി. നമ്മൾ അങ്ങനെ ആ ജവാബ് മാറ്റാനുള്ള കാരണം അത് ആ യാ നബി വേറെ രീതി മാറ്റാൻ വേണ്ടി. തെറ്റൊന്നുമില്ല, അത് തെറ്റൊന്നുമില്ല. ഉസ്താദന്മാരൊക്കെ പാടിക്കൂടെ, തെറ്റൊന്നുമല്ല, രീതി മാറ്റുകയാണ്. പക്ഷെ ചില ഉസ്താദന്മാർ ഒറ്റ രീതിയിൽ പാടിയാൽ മതി എന്ന് പറയാറുണ്ട്. പകരം പല ഉസ്താദന്മാർ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഒരു ലയം വരും. ആ ലയത്തിൽ ഇങ്ങനെ എത്തും. രീതി മാറ്റുമ്പോൾ പെട്ടെന്ന് ഇനി അതിലേക്ക് ലയിക്കാൻ കുറച്ച് ടൈം എടുക്കും. ചില ഉസ്താദന്മാർ തങ്ങന്മാരും അങ്ങനെ പറയാറുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത്, ഇവർ യാ നബി സലാം അലൈക്കും പാടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മർഹബ യാ നൂറ ഐനി എന്ന് പണ്ടത്തെ ആൾക്കാർ പാടിയത് എന്തിനാണെന്നറിയോ? രീതി മാറ്റാനല്ല. ഇവർ എഴുന്നേറ്റ് നിന്നിട്ട് അസ്റഖൽ ബദ്റു ബൈത്ത് ഇങ്ങനെ പാടുന്ന സമയത്ത് ആരെക്കുറിച്ചാണോ പാടുന്നത്, മംദൂഹ്, അത് റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സദസ്സിലേക്ക് യഖ്ലത്തൻ കയറി വരും. ഒരാൾ കയറി വരുന്ന സമയത്ത് മർഹബ പറയണ്ടേ? ആ യഖ്ലത്തൻ റസൂൽ സദസ്സിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോൾ അന്നത്തെ ആശിഖീങ്ങളായ മഹാന്മാരായ ആളുകൾ ആ കയറി വരുന്നത് കണ്ടപ്പോൾ മർഹബ യാ നൂറ ഐൻ, മർഹബ യാ ജദ്ദൽ ഹുസൈൻ എന്ന് പാടിയതാണ് ആ ബൈത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, ഹുവ അൻതയായി മാറണമെന്ന്. ഹുവ അൻതയായി മാറാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ ചരിത്രങ്ങളുണ്ട്, എണ്ണിയാലൊടുങ്ങാത്ത ഇമാമിയങ്ങൾ ഗ്രന്ഥങ്ങളിൽ, ആധികാരികതയുള്ള ഇമാമിയങ്ങൾ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച ചരിത്രങ്ങൾ എത്രയാണുള്ളതെന്നറിയോ? ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു ബൈത്ത് ഉണ്ടാക്കി. 42 വരിയുള്ള നുഅ്മാനിയ എന്ന് പറയുന്ന ബൈത്ത്. ഒന്ന് എഴുന്നേറ്റിരിക്കണോ? കുറച്ച് ഉറക്കൊക്കെ ക്ഷീണമൊക്കെ വരുന്നുണ്ടോ? ഒന്ന് എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക്. മക്കളെ ഒന്ന് ബാക്കിലെല്ലാം ഒന്ന് എഴുന്നേക്ക്. ലേഡീസ് എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക്. പ്രയാസം ഇല്ലാത്തവർക്ക് എഴുന്നേക്ക് കേട്ടോ. രണ്ടുപേരും പാട്ട് പാടിയിട്ട് ബാക്കി പറയാം. ഒരു ഫ്രഷ്നെസ്, ഹബീബിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രഷ് ആയിട്ട് കേൾക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊരു പിന്നെ വേറൊന്നുണ്ട്, ക്ഷീണം കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയതാണെങ്കിൽ ചിലപ്പോൾ ആ സ്വപ്നത്തിൽ ഹബീബിനെ കാണുക വരെ ചെയ്യാം. അങ്ങനെ കണ്ട ആൾക്കാർ എനിക്കറിയാം. അതായത് ഒരു ഉസ്താദിൻ്റെ ദർസിൽ, വലിയ സുന്നത്ത് ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽപ്പെട്ട ഒരു വലിയ ഉസ്താദ്, ആ ഉസ്താദിൻ്റെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഉസ്താദ് വാങ്ക
ആ ഉസ്താദിൻ്റെ ഒരു പണ്ഡിതൻ തന്നെ എന്നോട് പറഞ്ഞത്, അവരുടെ ദർസിലുണ്ടായൊരു സംഭവം. ആ ഒരു ദർസിൽ മൗലിദ് പരിപാടി നടക്കുക പള്ളിയിൽ. ആ മൗലിദ് പള്ളിയിൽ നടക്കുന്നതിനിടയിൽ ഒരു മുത്തഅല്ലിം അതിൽ അറിയാതെ ഇങ്ങനെ ഉറങ്ങി. 2 മിനിറ്റാണ് ഉറങ്ങിയത്. ആ 2 മിനിറ്റിൽ ഹബീബിനെ കണ്ടു എന്ന് ഉസ്താദ് പറഞ്ഞത് എന്നോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ കാരുണ്യം വേറെ ലെവലാ. നിക്ക് രണ്ടുപേരും ബൈത്ത് പാടാൻ ഇത് പാടിയിട്ട് ഇരിക്കാം. നേരത്തെ അസ്രക്ക് പറഞ്ഞു, അസ്രക്ക് തന്നെ പാടാം കേട്ടോ. എല്ലാവരും ഉഷാറിൽ പാടാം കേട്ടോ. 2 പേരും പാടുള്ളൂ. നമ്മൾ റസൂലുള്ളാഹിനെ വെൽക്കം ചെയ്തതിനെ കുറിച്ച് ചിലപ്പോൾ ത്വാലയിൽ പാടിയിട്ട് പാടാം കേട്ടോ. എല്ലാവരും പാടിക്കണേ. ത്വാലൽ ബദ്റു അലൈനാ. ഉറക്കെ പഠിക്കാം. വജബ ശുക്റു അലൈനാ മാദാലി ലഹിദാ أشرق البدر علينا فاختفت منه البدور مثل حسنك ما رأينا قد يا وجه السرور طالعا أنت شمس أنت بدر أنت شمس أنت بدر എന്ന് പറയുമ്പോഴേ റസൂലുള്ളാഹിനോട് പറയാണ് അങ്ങ് സൂര്യനാണ്, അങ്ങ് ചന്ദ്രനാണ് എന്ന്. യഥാർത്ഥത്തിൽ സൂര്യന്റെ പ്രകാശവും ഹബീബിൽ നിന്നുണ്ടായതാണ്. സൂര്യന്റെ പ്രകാശവും ചന്ദ്രന്റെ പ്രകാശവും എല്ലാം ഹബീബിൽ നിന്നുണ്ടായതാണ്. ചന്ദ്രൻ ഒരുപക്ഷെ നമ്മളോട് സംസാരിക്കുമായിരുന്നുവെങ്കിൽ ചന്ദ്രൻ നമ്മളോട് പറയും. ചന്ദ്രൻ സംസാരിക്കുന്നുണ്ടാകും, നമ്മളത് കേൾക്കാത്തുണ്ടാകും. എന്താ പറയുന്നറിയോ? എടാ എന്നെ സൂര്യനോട് ഉപമിച്ച് പറയല്ലടാ, കാരണം എന്റെ പ്രകാശം പോലും ഹബീബിൽ നിന്ന്, എന്റെ ഹബീബിനോട് ഉപമിക്കല്ലേ, കാരണം എന്റെ പ്രകാശം പോലും ഹബീബിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് എന്നെ ഒരിക്കലും റസൂലിനോട് ഉപമിച്ച് പറയരുത് എന്ന് ചന്ദ്രന് സൂര്യന് സംസാരിക്കാൻ അവസരം കിട്ടില്ല. അപ്പോൾ ഒരു പാട്ടിലേ പറയുന്നത്. ആ പാട്ട് നിങ്ങൾക്ക് അറിയുന്ന മലയാള പാട്ടുകളുണ്ട്. എൻ്റെ ഇടയ്ക്ക് വേറെ ഒരു പാട്ടിൻ്റെ ഇടയ്ക്ക് വേറെ പാട്ടൊക്കെ വരും. നമ്മുടെ ഇങ്ങനെ പോകുന്നൊരു സാഹസിക പാട്ട്. ഈ പാട്ടുകൾ മലയാളത്തിൽ നല്ലൊരു പാട്ട്. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം വന്ന മീമേ ഉപദേശമോ സലാമിൻ കലാമേ ഉപലോകവും വാഴ്ത്തും നബി കരീമേ സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലാ സയ്യിദി മാഷാഅല്ലാഹ് പടേ ഉറക്കെ പടേ സ്വല്ലല്ലാഹു സലാമുല്ലാഹി അലാ സയ്യിദിന വസ്വാഹിബിൽ മദീന. നേരത്തെ നമ്മൾ പറഞ്ഞ ആശയം ഈ വരിയിലെ വരുന്നത്. അങ്ങയെ എങ്ങനെ ചന്ദ്രനോടുപമിക്കും, തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ. അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ നോറിനൊരൽപ്പമല്ലേ. അങ്ങയെ എങ്ങനെ ചന്ദ്രനോടുപമിക്കും, തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ. അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടുത്തെ നോറിനൊരൽപ്പമല്ലേ. സ്വർഗത്തിൻ സൗന്ദര്യം പോലും റസൂലിന്റെ പരിശുദ്ധിയിൽ നിന്നൊരംശമല്ലേ. സ്വർഗത്തിൻ സൗന്ദര്യം പോലും റസൂലിന്റെ പരിശുദ്ധിയിൽ നിന്നൊരംശമല്ലേ. പ്രപഞ്ചത്തിൻ പ്രഭയാകെ കടമെടുത്തല്ലോ ഹബീബേ അങ്ങയിൽ നിന്നും, ഹബീബേ അങ്ങയിൽ നിന്നും. സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു
على سيدنا وصاحب المدينة صلى الله سلام الله على سيدنا وصاحب المدينة അമൂല്യമാണിക്യം മരതകരത്നങ്ങൾ അവിടുത്തെ ശോഭയിൽ ജ്വലിച്ചതല്ലേ അനേകമം അർവാഹും അംലാക്കും ജിന്നിൻസും അവിടുത്തെ മഹബ്ബത്തിൽ ലയിച്ചതല്ലേ ഖൽബിലും ലിസാനിലും ഐനിലും ഫിക്റിലും ഖാതിം റസൂലിന്റെ സ്മരണയല്ലേ ഖൽബിലും ലിസാനിലും ഐനിലും ഫിക്റിലും ഖാതിം റസൂലിന്റെ സ്മരണയല്ലേ പ്രപഞ്ചത്തിൻ പ്രഭയാകെ കടമെടുത്തല്ലോ ഹബീബേ അങ്ങയിൽ നിന്നും ഹബീബേ അങ്ങയിൽ നിന്നും സല്ലല്ലാഹു സല്ലല്ലാഹു അലാ സയ്യിദിനാ വസാഹിബിൽ മദീന സല്ലല്ലാഹു സലാമുല്ലാഹി അലാ സയ്യിദിനാ വസാഹിബിൽ മദീന ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ ഉപകാരമായി മാത്രം വന്ന മീമേ ഉപദേശമോ സലാമി കലാമേ ഉപലോകവും വാഴ്ത്തും നബി കരീമേ. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഷംസ്, നമ്മൾ അനത്തെ ഷംസിന്റെ അനത്തെ പോലും വലിയ മഹാന്മാരുണ്ടാക്കിയ മൗലിദാ. പക്ഷേ നിങ്ങൾ പറ, ഈ ലോകത്ത് അല്ലാഹു തആല ആദ്യം ഉണ്ടാക്കിയത് എന്താ? അള്ളാഹിന്റെ ഹബീബിന്റെ റൂഹ്, അതിന്റെ പേര് നൂറ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ് മാത്രം ഉണ്ടായിരുന്നു കുറെ കാലം. പിന്നെ അള്ളാഹ്ക്ക് തോന്നി എനിക്കൊരാൾ വേണം, അള്ളാഹുവിന്റെ മോഹമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അള്ളാഹിന്റെ മോഹം, പിന്നെ അള്ളാഹും റസൂലും മാത്രമുള്ള കുറേ കാലമുണ്ട്. എത്ര കാലം എന്ന് ഇമാമികൾ പല അഭിപ്രായം പറയുന്നുണ്ട്, എത്ര കാലം എന്നുള്ളത്. അള്ളാഹിന്റെ റസൂലും മാത്രം, ആകാശമില്ല, ചന്ദ്രനില്ല, ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്, അത് മനസ്സിലാക്കാൻ തന്നെ പ്രയാസമാണ്. നിങ്ങൾ ഞാനൊക്കെ ഉസ്താദ്മാരുടെ അടുത്ത് പോയിട്ട് അന്നൂറുൽ മുഹമ്മദി എന്താണ്, അൽ ഹഖീഖത്തുൽ മുഹമ്മദി എന്താണെന്ന് പഠിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കുന്നത്. വലിയ വലിയ ഉസ്താദ്മാരുടെ അടുത്ത് പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാറുണ്ട്. അത് ഇങ്ങനെ തല കറങ്ങുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല, കാരണം നമുക്ക് ബുദ്ധിയില്ല. നമുക്ക് റസൂലിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ലോകത്ത് 20,000 കോടി ഗാലക്സികളെങ്കിലും ഉണ്ട്. ഇത് കണ്ടെത്തിയിട്ട് സയന്റിസ്റ്റുകൾ പറയുന്നത്, പടച്ചോനെ പ്രപഞ്ചത്തിന്റെ 5% പോലും ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല. ഈ 20,000 കോടി കണ്ടെത്തിയിട്ട് അവർ പറഞ്ഞത്. അപ്പോൾ ആ 20,000 കോടി ഗാലക്സിയിലെ എത്രയോ കോടി നക്ഷത്രങ്ങളിൽ ഒന്നാണ് സൂര്യൻ. അതിനെ പോലെയാണ് റസൂൽ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവൂല. പിന്നെ എന്താണ്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അല്ലേ? പ്രപഞ്ചത്തിൽ പ്രകാശമുള്ള വസ്തു സൂര്യനെ പോലെ വേറൊന്നും കാണുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, സൂര്യന്റെ സംസാരം എങ്ങാനും നമ്മൾ കേൾക്കുമായിരുന്നുവെങ്കിൽ സൂര്യൻ ആ പാട്ട് പാടാൻ സമ്മതിക്കൂല. കാരണം എടാ, ഹബീബിനോട് ഭൂമിക്കല്ലേ, ഹബീബിന്റെ കോടാന കോടി അംശത്തിന്റെ പ്രകാശത്തിന്റെ അംശത്തിൽ ഒരംശം പോലും എന്നിലില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഹബീബാണ്, ഹബീബിനെ പോലെ അന്തശംസം? പിന്നെ അതാണ് ഞാൻ പറഞ്ഞു, വി ഹാവ് നോ അതർ ഓപ്ഷൻ, വി ആർ സോറി, നോ അതർ ഓപ്ഷൻ. അതാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ട് ആശിഖ്യങ്ങൾ കവിത ഉണ്ടാക്കുന്ന മഹാന്മാരവിടൊക്കെ അവസാനം പറയുന്നുണ്ട്, വി ആർ സോറി, ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഞങ്ങൾക്ക് വേറെ പറയാനാവില്ല. എല്ലാവരും പേന വെച്ച് കീഴടങ്ങിയതാണ്. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമൽ. ഇതൊന്നും ഇഷ്ഖിയും മഹബത്തൊന്നും പറഞ്ഞ് യോഗ്യത ഇല്ലാതെ കീഴടങ്ങിയത് അവർ. അതെല്ലാം പാര്യം കൂടി പാടി നിർത്താം. أنت شمس أنت بدر أنت نور فوق نور أنت إكسيرا وغالي أنت مصباح الصدور طالع. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. يا حبيبي يا محمد يا عروس الخفيقين يا مؤيد
يا ممجد يا إمام القبلتين طالع. سبحان الله سبحان الله. ഞാൻ മാതാപിതാക്കളോട് ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. ഈ മക്കള് അൽഹംദുലില്ലാഹ് ത്വാലാൽ ബദറുവിൻ്റെ പാട്ടൊക്കെ അതിസുന്ദരമായിട്ട് അവർ പാടുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ ദീനിയായ മാണി ഉസ്താദിൻ്റെ തിരുനോട്ടമുള്ള സ്ഥാപനത്തിൽ എത്തി എന്നതാണ് അതിൻ്റെ കാരണം. ഒരു കാരണം മറ്റൊന്ന് മാതാപിതാക്കളുടെ ഇടപെടൽ, ഉസ്താദുമാരുടെ ഇടപെടലൊക്കെയാണ്. ഈ കുട്ടികളുടെ കൽബിലേക്ക് ഹറാമ് നിങ്ങൾ ദയവായി കയറ്റി കൊടുക്കരുത്. ഈ കുട്ടികൾ ത്വാലാൽ ബദർ പാടുന്നുണ്ട്. ഈ കുട്ടികളുടെ മനസ്സ് നിഷ്കളങ്കമാണ്. കാരണം ഈ കുട്ടികൾ കുറെ തെറ്റുകൾ ചെയ്തിട്ടില്ല. നമ്മളൊക്കെ കുറെ തെറ്റുകൾ ചെയ്തു പോയി, കുറെ പ്രായമായി തെറ്റുകൾ കുറെ ചെയ്തു പോയി. ഈ കുട്ടികളുടെ കൽബ് നിഷ്കളങ്കമാണ്. ഈ നിഷ്കളങ്കമായ കൽബുള്ള കുട്ടികൾ മൊബൈലിൽ ഹറാമായ മ്യൂസിക്, സിനിമാ ഗാനങ്ങൾ, കോമഡി സ്കിറ്റുകൾ, കോമഡി പ്രശ്നമുണ്ടോ ചില ആൾക്കാർ. ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്, റഹ്മത്തുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിന്റെ കോമഡി കുറെ ആസ്വദിച്ച് ചിരിച്ച ആൾക്ക് ലദ്ദത്ത് അല്ലെങ്കിൽ ഹലാവത്ത്, ഇബാദത്തിന്റെ ലദ്ദത്തും ഹലാവത്തും അവർക്ക് കിട്ടില്ല എന്നാണ്. അതേസമയം ജീവിതഗന്ധിയായ തമാശകൾ വേണം. കാന യക്ഫൗ ഫി അഹ്ലി എന്ന റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെത്തിയാൽ ഏറ്റവും കൂടുതൽ തമാശ പറയുന്ന ആളായിരുന്നു റസൂലായിരുന്നു. അതെന്തല്ല, വേറെ ഏതോ ഒരാളുടെ കോമഡി സ്കിറ്റ് കണ്ട് ചിരിച്ചതല്ല, മൊബൈലിൽ എന്തോ ഒരു രംഗം കണ്ട് ചിരിച്ചതല്ല, പ്രാങ്ക് ചെയ്യുന്നത് കണ്ട് ചിരിച്ചതുമല്ല. ജീവിതത്തിൽ തമാശയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ഒരു ഉമ്മ പറഞ്ഞു, പ്രായമുള്ളൊരു ഉമ്മ, നബിയെ ഞാൻ സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, പ്രായമുള്ള പെണ്ണുങ്ങൾ ആരും സ്വർഗ്ഗത്തിൽ കിടക്കൂല, സ്വർഗ്ഗത്തിൽ പ്രായമുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെണ്ണ് റസൂലുള്ളാഹി പറയുന്നത് ഇത്തരം ഗൗരവതരമായ വിഷയത്തിൽ തമാശ പറയുന്ന ആരും എക്സ്പെക്ട് ചെയ്യൂല. അങ്ങനെ ഈ പെണ്ണ് കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോവാ. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, അതല്ല, സ്വർഗത്തിലെ പ്രായം 30, പല അഭിപ്രായങ്ങളുണ്ട്, 35 പ്രബലമായ ഒരു അഭിപ്രായം. 35 വയസ്സ് എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾ സ്വർഗത്തിൽ കിടക്കൂല എന്നല്ല ഞാൻ പറഞ്ഞത്, പ്രായമുള്ള ആള് കിടക്കൂല എന്നാ. അതായത് നിങ്ങൾ പ്രായം സ്വർഗത്തിൽ കിടക്കുമ്പോൾ 35 ആയിരിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. തമാശ. വേറൊരു തവണ ഒരു സ്വഹാബിയത്ത്, ഒരു വനിത റസൂലുള്ളാഹിന്റെ അടുത്ത് ഭർത്താവിന്റെ കാര്യം പറഞ്ഞു. എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞു. ആ 2 ചെവിയുള്ള ആ മനുഷ്യനല്ലെന്ന് ചോദിച്ചു പെട്ടെന്ന് റസൂല്. ആ 2 ചെവിയുള്ള ആളല്ലേ? അപ്പൊ ഈ പെണ്ണ് പെട്ടെന്ന് ഗൗരവ, റസൂലല്ലേ, ഗൗരവ തമാശ അടക്ക് വരൂലല്ലോ, 2 ചെവിയുള്ള ആളല്ലേ? അപ്പൊ ഈ പെണ്ണ് നിങ്ങൾക്ക് അറിയാം എന്റെ ഭർത്താവിനെ. അപ്പൊ റസൂൽ പറഞ്ഞു, എല്ലാവർക്കും 2 ചെവി ഉണ്ടാവാ. ഇങ്ങനെ അതിമനോഹരമായ തമാശകൾ പറഞ്ഞ ആളാ റസൂൽ. പക്ഷെ പക്ഷെ ജീവിതഗന്ധിയായ തമാശകളാ ഞാൻ പറഞ്ഞത്. നമ്മുടെ കുട്ടികളെ ഹറാമായ കോമഡി സ്കിറ്റും ഈ സാധനങ്ങൾ കണ്ടാൽ എന്റെ സഹോദരിമാരെ, മാതാപിതാക്കൾ ഉറപ്പിച്ചു വെച്ചോ, മഹബത്ത് കേറൂല, ഉറപ്പത്. കാരണം എന്താ, എന്ന് പറഞ്ഞാൽ ദിക്റുല്ലാഹിയും ദിക്റുശൈത്താനും രണ്ടും ഒരു കൽബിൽ വരില്ല, ഒരിക്കലും വരില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും ദിക്റു ശൈത്താനാ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ദിക്റുല്ലാഹിയാണ്. ദിക്റുല്ലാഹിക്ക് 2 അർത്ഥമുണ്ട്. ഒന്ന്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഓർമ്മ കൊണ്ട് സമാധാനം കിട്ടുമെന്ന് ഒരർത്ഥം. ദിക്റുല്ലാ എന്നത് റസൂലിന്റെ പേരാണ്. ഹിസ്ബുല്ലാ, അങ്ങനെ പല പേരുകൾ റസൂലുള്ളാഹിക്കുണ്ട്. സൈഫുല്ലാ ഒക്കെ റസൂലുള്ളാഹിന്റെ പേര്, അതിൽപ്പെട്ട ഒരു പേരാ ദിക്റുല്ലാ. അപ്പൊ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടണോ, ഹബീബിന്റെ പിന്നാലെ കൂടി സ്വല്ലല്ലാഹു എന്നും അതിനർത്ഥം മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞു തരാം സഹോദരിമാരോട്, ഈ മക്കളെ നിങ്ങൾ ഈ ഇസ്ലാമികമായ സെറ്റപ്പിലാണ് നൗറത്തുൽ മദീന എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ കുട്ടികൾ പഠിക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന, ഇവിടെ തന്നെ ഇവരെ പഠിക്കണം. ചെറിയ സാമ്പത്തികമായ പല പ്രയാസങ്ങളുണ്ട്, അതൊന്നും നോക്കരുത്. മക്കളുടെ ഭാവിയാണ് നമ്മൾ നോക്കുന്നത്. ഉസ്താദന്മാരുടെ തർബീയത്തിലായി, വലിയൊരു പണ്ഡിതന്റെ തണലിലായി ഇവിടെ വന്ന് ഈ മക്കൾ പഠിച്ചിട്ട് ഭാവിയിലും ഈ കുട്ടികൾ പഠിക്കുമ്പോൾ ഇസ്ലാമികമായ സംവിധാനമുള്ള കോളേജുകളും, ഇനി അല്ലെങ്കിൽ പുറത്ത് MBBS മറ്റ് പല കോഴ്സും പഠിക്കാൻ പോകേണ്ടി വരും. അപ്പൊ അവിടെയൊക്കെ പോകുന്ന സമയത്ത് ഇവിടുന്ന് കയറിക്കൂടിയ ആ മഹബത്തും ആ അദബും ആ ദീനും അതൊക്കെ നമ്മുടെ കുട്ടികളിൽ നിലനിന്നാൽ ഇവർ MBBS-കാരനായി പഠിക്കുമ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. MBBS-കാരനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വേണമെങ്കിൽ M.Tech പഠിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ IIT-ലോ അല്ലെങ്കിൽ NIT-ലോ IIM-ലോ ഇവർ പഠിക്കാൻ, നമ്മുടെ മക്കൾ പഠിക്കാൻ പോയാൽ ഈ മക്കളെ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നിട്ടോ, എവിടെ പോയാലും നിങ്ങൾ ഉന്നതമായി പഠിക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എവിടെ പോയാലും ഹബീബിനെ മറന്നിട്ട് നിങ്ങൾ പഠിക്കരുത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? എവിടെ പോയാലും സ്വലാത്ത് ചൊല്ലാത്തൊരു പരിപാടി ഉണ്ടാവരുത്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ട്, നമ്മളല്ല അള്ളാന്റെ ഔദാര്യം കൊണ്ട് അങ്ങനെ പറയാം. നമുക്ക് സ്ഥാനം, ഞാനില്ലല്ലോ, ഞാനില്ലാതെ പിന്നെ എന്നെ കുറിച്ച് എന്തിനാ പറയുന്നത്? ഞാനില്ല, നമ്മളാരും ഇല്ല. ഉള്ളതെന്താ? റസൂല് മാത്രമേ ഈ ലോകത്തുള്ളൂ. അതുണ്ടാക്കിയ ഒരാളുണ്ട്, ഖാലിഖും സബബും ലോകത്ത് ആകെ ഉള്ളത്.
തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ 12 പെൺകുട്ടികളുടെ ഒരു ഗ്യാങ് ഉണ്ട്. 12 പെൺകുട്ടികൾ. അതിൽ മെയിൻ പെൺകുട്ടി 4ാം വർഷമായി, അടുത്ത വർഷം ഡോക്ടറായിട്ട് ഇറങ്ങാൻ പെൺകുട്ടി. ഈ 12 പെൺകുട്ടി അൽഹംദുലില്ലാഹ് നമ്മുടെ ചില ഇടപെടലുകൾ ആ ഗ്യാങ്ങിൽ ഉണ്ടായിട്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്, നമ്മുടെ അല്ല, അള്ളാഹു നമ്മളിലൂടെ ചില ഹൈർ നടത്തിയെന്ന് മാത്രം. നമ്മൾ ആരുമല്ല, അത് സ്വീകരിച്ചോ എന്ന് പോലും നമുക്കറിയില്ല. എന്ത് അമൽ ചെയ്താലും സ്വീകരിച്ചോ എന്ന് അറിയില്ല. പിന്നെ എങ്ങനെയാണ് അഭിമാനം കൊള്ളൽ? എങ്ങനെ ഒരു ആചാര്യ 50,000 റുപ്യ പള്ളി കൊടുത്ത്, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ സ്ഥാപനത്തിന് മദ്രസിന് കൊടുത്ത്, അല്ലെങ്കിൽ സ്ഥലം 15 സെന്റ് സ്ഥലം കൊടുത്ത്, ഇയാൾ എങ്ങനെ ഇങ്ങനെ നടക്കുക? കാരണം ഇയാൾ കൊടുത്ത 15 സെന്റ് അള്ളാഹ് സ്വീകരിച്ചോ എന്ന് ഉറപ്പ്. അതില്ലാതെ ഇടുന്നത്. ഇന്നാളെ ഒരാൾ പറയാ, ഒരാൾ ഒരു പരിപാടിയിലേക്ക് സംഭാവന കൊടുത്തു 5000. ഇയാൾ 5000 സംഭാവന കൊടുത്തത് അവിടെ ഇരുന്ന് ദ്വാരക്കുന്ന ഉസ്താദ് ലിസ്റ്റിൽ വായിക്കാൻ വിട്ടുപോയി. ബാക്കിയുള്ള 500 വായിച്ചിട്ടുണ്ട്, 1000 വായിച്ചിട്ടുണ്ട്, 2000 ഒക്കെ വായിച്ചിട്ടുണ്ട്. ഇയാൾ 5000 കൊടുത്തിട്ട് 5000 ഉസ്താദ് വായിച്ചില്ല. ഇയാൾ അതിന്റെ പേരിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ സഹോദര, 5000 അല്ലേ വിഷയം? നിങ്ങൾക്ക് ആ 5000 ഉണ്ടാക്കാനുള്ള ആരോഗ്യം തന്നതാരാ? അള്ളാഹു. അതിനുള്ള തൗഫീഖ് തന്നതാരാ? അള്ളാഹു. ഈ മജ്ലിസിൽ നിങ്ങൾ എത്തിച്ചതാരാ? അള്ളാഹു. ഈ മജ്ലിസിൽ 5000 കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നിപ്പിച്ചതാരാ? അള്ളാഹു. ആ അള്ളാഹിനോട് ഈ 5000 പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നത് മനസ്സിലായോ? പൊട്ടത്തരം മനസ്സിലായോ? ഇയാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് അള്ളാഹുവാ. ശരിക്ക് പറഞ്ഞാൽ അതൊന്നുമല്ല ചെയ്യേണ്ടത്. ശരിക്ക് പറഞ്ഞാൽ ഒരാൾ 5000 രൂപ സ്ഥാപനത്തിലേക്ക്, നമ്മുടെ സ്ഥാപനത്തിലേക്ക്, ദർസിലേക്ക്, കുട്ടികൾക്ക് പള്ളിയിലേക്ക് എന്തെങ്കിലും 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കുറേ ലിസ്റ്റ് കൊടുക്കല്ല വേണ്ടത്. അതല്ല, ശരിക്കും അതല്ല വേണ്ടത്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? പടച്ചോനെ, ശുക്റാണ് പടച്ചോനെ, നീ എനിക്ക് സമ്പത്ത് തന്നില്ലേ, നീ എനിക്ക് ആരോഗ്യം തന്നില്ലേ, അതിനുള്ള ശുക്റാണ് പടച്ചോനെ. ഇത് പിന്നെയും ആ 50,000 കൊടുത്തിട്ട് പിന്നെയും ഒരു ലിസ്റ്റ് 10 എഴുതി കൊടുത്തിട്ടുണ്ട്. പണ്ട് ഈ കർണാടക ഭാഗത്ത് ഒരു മംഗലാപുരം ഭാഗത്ത് ഒരു തങ്ങളെ പേര് ഞാൻ പറയുന്നില്ല, ഒരു തങ്ങള്, നിങ്ങൾ കുറച്ച് ആ സമയത്ത് 2 വർഷം മുമ്പ് വൈറലായിരുന്നു അത്. എന്താ, ഒരു തങ്ങൾക്ക് ഒരു ലിസ്റ്റ് കൊടുത്തു, 101 റുപ്യ കൊടുത്തിട്ട് ഒരാൾ സംഭാവന കൊടുത്തിട്ട്, 101 ചെറുതാക്കാൻ പാടില്ല. ചിലപ്പോൾ ഒരാളുടെ 50,000-ത്തിനേക്കാളും ഫലം പാവപ്പെട്ട ഒരാളുടെ 101-നായിരിക്കും. സംഖ്യ നോക്കിയിട്ടില്ല, സിദ്ദീഖ് അള്ളാഹുവിൻ്റെ ആ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഒരാൾ 101 കൊടുത്തിട്ട് ഖബർ വിശാലമായി കിട്ടണം, മോളെ കല്യാണം നടക്കണം, സ്ഥലക്കച്ചവടം നടക്കണം, അവസാന ആത്മഹത്യ എല്ലാം ശരിയായി കിട്ടണം. അപ്പോൾ ഈ തങ്ങൾ പറയുന്നുണ്ട്, ഖബർ വെളിച്ചമായി കിട്ടണം, ഖബറിൽ നല്ല പ്രകാശം വരണം, ഒരു ബൾബിന് തന്നെ 200-250 രൂപയാണ്, ഇയാൾ ആകെ തന്ന 100 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കാൻ പാടില്ല. പക്ഷേ ഞാൻ പറയാം, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സംഭാവന ഒക്കെ കൊടുക്കേണ്ട സമയത്ത് അത് ശുക്രിന്റെ ഭാഗമായിട്ട് കൊടുക്കാൻ സാധിക്കണം. എന്നിട്ട് തിരിച്ചും കൂടെ പ്രതീക്ഷിക്കരുത്. അതാണ് മനസ്സിലായില്ല. എന്നോട് ഞങ്ങളുടെ നാട്ടിൽ ചെറിയൊരു റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു സെന്റർ ഉണ്ടാക്കുന്നുണ്ട് 2.5 കോടി ചെലവിൽ. അള്ളാഹിൻ്റെ ഔദാര്യം കൊണ്ട് അതിൻ്റെ പകുതി പണി പൂർത്തിയായിട്ടുണ്ട്. വലിയ റിസർച്ച് സെന്റർ, റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ ഏത് മതക്കാർ വന്നാലും താമസിച്ച് പഠിക്കാനുള്ള ഒരു കേന്ദ്രം റബ്ബിൻ്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ഉസ്താദന്മാർ തങ്ങന്മാരൊക്കെ നേതൃത്വത്തിലിട്ട് ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദാണ് തറക്കല്ലിട്ടത്. അതിൻ്റെ ഒരു പവർ ഉണ്ടാവും. അതിന് കുറ്റിയടിച്ചത് അജ്മീരത്ത് ഒരു തങ്ങൾ വന്നിട്ടാണ്. എൻ്റെയൊക്കെ പവർ അള്ളാഹു തആല എളുപ്പത്തിൽ പൂർത്തിയാക്കിരട്ടെ. ഇതിലേക്ക് ഒരൊറ്റ ആൾ, വേറെ ഒരാൾ ആ രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടില്ല. ഒരാൾ മാത്രം സംഭാവന പലരുടെ, ഞാൻ പരസ്യമായിട്ട് പിരിവ് സ്വീകരിച്ചിട്ടുമില്ല, പരിചയമുള്ള കുറച്ച് ആൾക്കാർ, അതിൽ ഒരാൾ മാത്രം 1,00,000 രൂപ തന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല, എനിക്ക് റബ്ബ് തന്ന നിയമത്തിൻ്റെ നന്ദിയാണിത് ഈ 1,00,000, എനിക്ക് ഒരു കാര്യങ്ങളോട് ദ്വാരപ്പിക്കാനില്ല. അതാണ് ആൺകുട്ടി. ദ്വാരപ്പിക്കുന്നത് തെറ്റാണെന്നല്ല, അങ്ങനെ മനസ്സിലാക്കേണ്ട, ദ്വാരപ്പിക്കുന്നത് തെറ്റാണെന്നല്ല. അപ്പോൾ വീണ്ടും ഇയാൾ എവിടെയോ കണ്ടിണല്ലോ, ഇയാൾ പേരെന്താ? കണ്ടില്ല? നമ്മളിവിടെ കണ്ടണോ? അല്ലേ? എന്നാൽ പിന്നെ അവിടെ നിന്നായിരിക്കും. ആലമുൽ അർവാഹ് നമ്മൾ അടുത്തടുത്തുണ്ടായിരുന്നു, അടുത്തടുത്ത സീറ്റിൽ. മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കുടുംബത്തിലുണ്ടോ? ഉണ്ടോ? അറിയില്ല. ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ ഇതേ ഷേപ്പിലുള്ളൊരു മുഹമ്മദ് ഇവിടെ ഉണ്ടായിരുന്നു. അയാൾ പഠിച്ചിട്ടിപ്പോൾ ഒരു ബിരുദമൊക്കെ വാങ്ങി ഉസ്താദൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ എനിക്കിപ്പോഴും 2010 ഓർമ്മയാണ് പറയുന്നത്. ഇതേ ഷേപ്പായിരുന്നു. അന്ന് ഏകദേശം ഇതേ പ്രായമായിരിക്കും ആ കുട്ടിക്ക്. എത്ര 15 കൊല്ലയില്ലേ? ഈ മോൻ എത്ര വയസ്സായപ്പോൾ? 11. അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ 26 വയസ്സെങ്കിലും ആവണ്ടേ? എനിക്കിപ്പോഴും അവനെ ഈ കുട്ടിയായിട്ട് തോന്നുന്നത്. എന്താ ചെയ്യുക, കാലചക്രം ഇങ്ങനെ കറങ്ങിപ്പോയിട്ട്, കാലചക്രം കറങ്ങിയിട്ടില്ല, കറങ്ങാതെ അവിടെ തന്നെ സ്റ്റക്കായി നിന്നിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ നന്ദിയായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല, 1-2 കാര്യങ്ങൾ അവസാനിപ്പിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ എന്തൊരു ചെറിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്താലും അറിയും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ചരിത്രം പറഞ്ഞു തുടങ്ങിയിരുന്നു. ഏതാ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നുഅ്മാനിയ, അപ്പോൾ പിന്നെ നിൽക്കാൻ പറഞ്ഞ എല്ലാവരോടും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നുഅ്മാനിയ എന്ന് പറയുന്ന 42 വരിയുള്ള കവിത ശരിക്കും ശ്രദ്ധിക്കട്ടെ, ഹൃദയം കൊണ്ട് കേൾക്ക്, എന്നെ നോക്കണ്ട. കാരണം ഞാനൊരു പാവപ്പെട്ട പണ്ഡിതനല്ലാത്തൊരു സാധാരണക്കാരനായ വിവരം അറിവൊന്നും ഇല്ലാത്തൊരു പാവപ്പെട്ട ഒരാളാണ്. അപ്പോൾ വിഷയം നോക്കിയാൽ മതി, വിഷയം നോക്കി എന്നെ നോക്കണ്ട. അപ്പോൾ നുഅ്മാനിയ എന്ന് പറയുന്ന അതിമഹത്തായ ഒരു കവിത, റസൂലിൻ്റെ മഹബത്തിൻ്റെ കവിത എഴുതി അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു.
ഈ കവിത എഴുതിയിട്ട് ഈ കവിത മദീനത്ത് പോയിട്ട് റസൂലുള്ളാഹിന്റെ റൗളയുടെ മുമ്പിൽ ഒന്ന് പാടണം. ആ ഒരു സന്തോഷത്തോടെ ഈ കവിത എഴുതി ആർക്കും അറിയില്ല, ഇങ്ങനെ ഒരു കവിത എഴുതിയതും ഇവർ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. മദീനത്ത് പോയിട്ട് ആദ്യം ഒന്ന് പാടണം എന്ന ചിന്തയിൽ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് പോയി. മദീനത്തേക്ക് ചെന്ന്, മദീനത്ത് അന്നത്തെ കാലത്ത് ഒരു പതിവുണ്ട്, സുബഹയുടെ മുമ്പുള്ള തഹജ്ജുദിന്റെ അവസാനത്തെ സമയമുണ്ടല്ലോ, ആ സമയത്ത് മദീനയിൽ വാങ്ക് കൊടുക്കുന്ന സ്ഥലം മഅ്ദനത്ത് എന്ന് പറയും. ആ മഅ്ദനത്തിൽ വെച്ച് റസൂലിന്റെ ഖസീദകൾ ഇങ്ങനെ പാരായണം ചെയ്യും. അവിടുത്തെ ഇമാമോ അല്ലെങ്കിൽ വാങ്ക് കൊടുക്കുന്ന ആളുകളൊക്കെയാണ് ചെയ്യുക. അത് മഅ്ദനത്തിൽ, നമ്മുടെ നാട്ടിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലത്. ആ കാലത്ത് മദീനത്തെ വാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ സുബഹയുടെ മുമ്പേ എഴുന്നേറ്റിട്ട് ബൈത്ത് ചൊല്ലുക. നമ്മുടെ ഏതെങ്കിലും പള്ളിയിൽ ബൈത്തില്ല, പള്ളി പ്രസിഡന്റ് വന്നിട്ട് ചൂടാവും, എന്ത് ഇവിടെ ഈ നേരത്തെ എന്താ ബൈത്ത് ചോദിക്കും. ആശിഖീങ്ങൾക്ക് ഈ സമയമുണ്ടോ? ഇതിന് ആശിഖീങ്ങൾക്ക് സമയമുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം റബീഉൽ അവ്വൽ 12 ആണോ? റസൂല് ജനിച്ചത് സൂര്യനും ചന്ദ്രനൊന്നും ഇല്ലാത്തൊരു കാലത്തല്ലേ? ഹഖീഖത്തും ജനിച്ചതെന്നാ? അന്ന് സൂര്യനുള്ള ചന്ദ്രനുമില്ല, അല്ലാഹ് മാത്രമേ ഉള്ളൂ, അതിന് ഡേറ്റ് ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായ ശരീരം ആമിന ഉമ്മയിലൂടെ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിലൂടെ ഈ ഭൂമിയിലേക്ക് വന്ന ഒരു സമയം മാത്രം റബീഉൽ അവ്വൽ 12 അല്ലേ? അത് നമ്മിലേക്ക് വന്നത്, മനുഷ്യന്മാരിലേക്ക് ഈ ഭൂമിയിലേക്ക് വന്നത് റസൂല് ആ റബീഉൽ 1400 കൊല്ലം ഉണ്ടായ ആളാ? അല്ല. റസൂൽ ഉണ്ടായത് കാലം തന്നെ ഇല്ലാത്തൊരു കാലത്ത്. സൂര്യൻ ഉണ്ടായാലല്ലേ അവിടെ കറങ്ങിയിട്ടല്ലേ ദിവസം കണക്കൂട്ടുക, അതിനൊക്കെ മുമ്പുണ്ടായിട്ടില്ലേ? ഇതെന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ റബീഉൽ അവ്വൽ പോലും നമ്മുടെ സ്വാർത്ഥതയാണ്. കാരണം നമുക്ക് റസൂലിന് കിട്ടിയത്. വടകര അമ്മായത്തങ്ങൾ കേട്ടിട്ടുണ്ടോ? വടകര അമ്മായത്തങ്ങൾ ഞാൻ മിനിയാന്ന് സിയാറത്ത് ചെയ്തു. എനിക്ക് അവിടെ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 60 വയസ്സുള്ള ഉസ്താദ് എന്ന് പറഞ്ഞില്ലേ, അത് അവിടെ പരിപാടിയിലാണ്. വടകര അമ്മായത്തങ്ങൾ ഈ വടകര അമ്മായത്തങ്ങൾ റജബ് 27 അതിമനോഹരമായ മൗലിദ് നടത്തും. എന്താ കാരണം എന്നറിയോ? ശരിക്കും ശ്രദ്ധിച്ചോ? നമ്മിലേക്ക് റസൂലുള്ള വന്ന ഭൗതികമായി, അത് ആ ശരീരം ജസദു ഷരീഫ് വന്ന ദിവസമാണ് റബീഉൽ അവ്വൽ 12. വലിയ പ്രത്യേകതകളുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. നമ്മിലേക്ക് അതായത് നമ്മുടെ സന്തോഷമാണ് റബീഉൽ അവ്വൽ 12. മനസ്സിലായോ? പെണ്ണുങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? മനസ്സിലായോ? നമ്മുടെ സന്തോഷമാണ് റബീഉൽ അവ്വൽ 12. എന്നാൽ റസൂലുള്ളാഹിക്ക് ഏറ്റവും വലിയ ആനന്ദം ഉണ്ടായ ദിവസം ഏതാ? അവിടുന്ന് മഅ്ശൂഖിനെ കണ്ട ദിവസം. അതെന്നാ? റജബ് 27. മനസ്സിലായില്ല? മഅ്ശൂഖിന്റെ ഏറ്റവും വലിയ ആ മഹബത്തിന്റെ ദിവസം ആശിഖിൻ്റെതുമായി മാറുന്ന ലയനം, ഫനാഇന്റെ മഹബത്തിന്റെ ഒരു അവസ്ഥ ഉണ്ട്. അള്ളാഹു എത്തിച്ചു തരുമാറാവട്ടെ. അതുകൊണ്ടാണ് വടമറമഴയത്തങ്ങളെ പോലെയുള്ള ഔലിയാക്കന്മാരെ പോലുള്ള പല ആൾക്കാരും അവർ ചിലപ്പോൾ റബീഉൽ അവ്വൽ 12 പോലെ, ചിലപ്പോൾ അതിനേക്കാളും എന്ന് പറയാം, അവർ സന്തോഷിക്കും. കാരണം എന്താ? എൻ്റെ ഹബീബ് ഹബീബിന്റെ മഹബൂബിനെ കണ്ട ദിവസം, അള്ളാഹിനെ കണ്ട ദിവസം അതാണ്. അല്ല മക്കളെ, റജബ് 27 എന്താ ഉണ്ടായത്? പറ. റജബ് 27 പ്രത്യേകത നോക്കളെ. ഇസ്രാ മിഅ്റാജ് അല്ലേ? അതിന് പ്രത്യേകത അതാ. അപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാ, യഥാർത്ഥത്തിൽ റസൂലുള്ള ഉണ്ടായത് സൂര്യനും ചന്ദ്രനൊന്നും ഇല്ലാത്ത കാലത്താ. അത് വെച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നത് എന്ത്? മഹബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മാസത്തിലേക്കുള്ളതല്ല. പിന്നെ അതിന് കാരണങ്ങളുണ്ട്. ഞാൻ ഒറ്റൊരു സമയമില്ല, നമുക്ക് ഞാൻ ചുരുക്കി പറയാം. ഒറ്റ വക മനസ്സിലാക്കി വെക്കുന്നതല്ല പെണ്ണുങ്ങളൊക്കെ. ചില ആൾക്കാർ ചോദിക്കൂല, അങ്ങനെയാണെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ആയത്ത് കണ്ടിട്ടില്ലേ? അവർ മൗലിദ് നടത്തിയിട്ടില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ആ ആയത്ത് കണ്ടിട്ടില്ലേ? ഫബിദാലിക ഫൽയഫ്റഹു, അവർക്ക് മനസ്സിലായിട്ടില്ലേ? അവരെന്താ നടത്താത്തതെന്ന് ചോദിക്കും. അതിൻ്റെ ഒറ്റ മറുപടി അതിനുള്ളൂ. ഒരു രണ്ട് കാര്യം പറയാം. ഒന്ന് നമുക്ക് ഇങ്ങനെ തെളിവ് പറയാം. ഹസാൻ സാദിർ റളിയല്ലാഹു അൻഹു ശബീഹുക ബദറുൽ ലൈലി പാടിയിട്ടുണ്ട്. ശബീഹുക ബദറുൽ ലൈലി ബല്ലൻ തൻവറൂ, ഭയങ്കര ബൈത്താണത്. തുളുസുക കഫൂറിൻ, അടിപൊളി. അങ്ങനെ പാടി അങ്ങനെ തെരിച്ചു പോകുന്നത്, അടിപൊളി ബൈത്താ. അതേപോലെ വാനത്ത് സ്വാദ് കഅബ് റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട്. സവാദുവിനെ ഖാരിബ് റളിയല്ലാഹു അൻഹു പാടി. എല്ലാ അബ്ദുല്ലാഹിബ്നു റവാഹ പാടിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ റസൂലിന്റെ ബൈത്ത് പാടിയിട്ടുണ്ട്. 2 മിമ്പർ അവിടെ ഉണ്ടായിരുന്നു മദീനത്തെ പള്ളിയിൽ. പക്ഷേ അടുത്ത ചോദ്യം ഇതാണ്, എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രത്യേകമായ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് മൗലിദ് വീട്ടിൽ ഇങ്ങനെ മുസല്ലൊക്കെ വിരിച്ചിരിങ്ങനെ നടത്തിയിട്ടുണ്ടോന്ന് അങ്ങനെ ശരിക്കും ആലോചിച്ച് നോക്കൂ. അതിന് ഉത്തരം കിട്ടും. എന്താണെന്നറിയോ? നമുക്ക് റബീഉൽ അവ്വൽ 12 നമുക്ക് റസൂലുള്ളാഹിന്റെ മൗലിദിൽ ശരിക്കും എത്തിച്ചിട്ടോ സിറ്റുവേഷണൽ മഹബത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പെണ്ണുങ്ങളെ മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കേ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്ന പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്ക്. ലേഡീസെ കൈപൊക്ക്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കൈപൊക്ക്. ആ പറഞ്ഞു മനസ്സിലായില്ലേ? പടച്ചോനെ, ആ കൈപൊക്കുന്നുണ്ട് അല്ലേ? ആ പറഞ്ഞു മനസ്സിലായിട്ടില്ല. മനസ്സിലാവുന്ന അവസ്ഥ പറഞ്ഞു. ഇത് മനസ്സിലാക്കണം. മഹബത്തിനൊരു ഒരു 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 ഹഖീഖത്തുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു, ഇപ്പം നമുക്ക് ഞാൻ വേറെ ഉദാഹരണം പറയും, സാധാരണ പറയുന്നൊരു ഉദാഹരണം പറയും, ഇപ്പം മനസ്സിലാവും. ഇപ്പം നമ്മൾ ഇവിടെ ഒരു മൗലിദ് മജ്ലിസ് നടക്കാൻ ഉദാഹരണമാണ് ഇവിടെ മൗലിദ് മജ്ലിസ് നമ്മൾ നടത്തുക. പെട്ടെന്ന് ഒരാൾ വരുന്ന പറയാണ്,
ആ പള്ളിയിൽ റസൂലുള്ളാഹി വന്നിട്ടുണ്ട്. ഉദാഹരണമാണ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇവിടെ മൗലിദ് നമ്മൾ ചൊല്ലുകയാണ്. ആ പള്ളിയിൽ റസൂലുള്ളാഹി വന്നിട്ട് നേരിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ബാക്കി മൗലിദ് ചൊല്ലുമോ, അതിന് അങ്ങോട്ട് ഓടുമോ? എന്താ ചെയ്യുക? ആളെ കാണാനല്ല ഇവിടെ ചൊല്ലുന്നത്, പിന്നെ ഇവിടെ ബാക്കി ചൊല്ലിയിരിക്കുക. ഒറ്റ ഓട്ടം ഓടൂല അങ്ങോട്ട്. മനസ്സിലാവണ്ടേ പറയുന്നത്? എന്നിട്ട് അവിടെ പോയിട്ട് എന്താ ചെയ്യുക? അവിടെ പോയിട്ട് ഇതിന്റെ ബാക്കി ചൊല്ല അല്ല, അവിടെ പോയിട്ട് സ്വഹാബത്ത് ഇരുന്നത് പോലെ ഒരു ചലനം പോലും ഇല്ലാതെ ഇത് മരമാണോ കല്ലാണോ എന്ന് വിചാരിച്ചു പക്ഷികൾ വന്നിരുന്നിരുന്നു സ്വഹാബത്തിന്റെ ശിരസിൽ അല്ലെങ്കിൽ അവരുടെ ചുമലിൽ. ആ രീതിയിൽ അതപോടെ ഒന്നും പറയാതെ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കും. സിദ്ദീഖ് റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ അടുത്തുനിന്ന് എല്ലാ അമലുകളും കണ്ടുപഠിച്ച ആളാ, എല്ലാ കർമ്മങ്ങളും എല്ലാ ദിക്റുകളും എല്ലാ നിസ്കാരങ്ങളും എല്ലാം കണ്ടുപഠിച്ച ആളാ. ഇതെല്ലാം പഠിച്ച സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാന്ന് ചോദിച്ചു സിദ്ദീഖ് റളിയല്ലാഹുവിനോട്. അവർ ഒറ്റ വാക്കാ പറഞ്ഞത്, അന്നളറു ഇലാ വജ്ഹിക യാ റസൂലുള്ളാഹ്. എനിക്ക് വേറൊന്നുമില്ല, തങ്ങളെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. സിദ്ദീഖിന് അത് മാത്രമാണ് ഇഷ്ടം. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് എന്താ ചെയ്യുക? ആ പള്ളിയിൽ പോയിട്ട് ഫുൾ ഇങ്ങനെ ഇരിക്കും, ഹബീബിന്റെ മുഖത്തേക്ക് നോക്കി. ആ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന സുന്ദരമായ മുഖത്തേക്ക് നോക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശമാഇൽ തുർമിദിയിലും ശമായിലിന്റെ മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ഹബീബായ തങ്ങളൊന്ന് വാ തുറന്നാൽ അവിടുത്തെ പല്ലിൽ നിന്ന് സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശും. അവിടുത്തെ പല്ലിൽ നിന്ന് സുഗന്ധവും പ്രകാശവും അടിച്ചു വീശും. അവിടുത്തെ തൊലി പുറത്തേക്ക് കാണുന്ന ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ നെറ്റിയിൽ നിന്നൊക്കെ അതിശക്തമായ പ്രകാശമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ ഇരുട്ടത്ത് കാണാതെ പോയാൽ റസൂലുള്ളാഹി വന്നാൽ റസൂലുള്ളാഹിന്റെ ശരീരത്തിലെ പ്രകാശം കൊണ്ട് ആ നൂല് അല്ലെങ്കിൽ ആ സൂചി അതൊക്കെ ഞങ്ങൾ എടുക്കാറുണ്ട്. പല്ല് എന്തോ ഒരു പ്രകാശ പല്ല്. ഈ ഇവിടെ പുരികത്തിന്റെ ഭാഗം കൂട്ടുപുരികമായിരുന്നു റസൂലുള്ളാഹിക്ക്. ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ, അടുത്ത് ചെന്നാൽ കൂട്ടുപുരികമല്ല, ചെറിയ ഗ്യാപ്പുണ്ട്. ആ ചെറിയ ഗ്യാപ്പിന്റെ ഉള്ളിൽ ഒരു ഞരമ്പ് ചില പ്രത്യേക ഘട്ടങ്ങളിൽ സ്ട്രോങ് ആയ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ ഞരമ്പ് ഇങ്ങനെ പൊങ്ങി വരുമായിരുന്നു. അതിനുപോലും പ്രകാശമുണ്ടായിരുന്നു. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു. സ്വഹാബത്ത് ഇതൊക്കെ ജോൺ എൽ എസ്പോസിറ്റോയെ പോലെയുള്ള അതേപോലെ ഒരുപാട് എഴുത്തുകാർ, അമേരിക്കൻ ചിന്തകന്മാരും എഴുത്തുകാരും അത്ഭുതത്തോടെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു വ്യക്തിയുടെ വളരെയധികം മൈന്യൂട്ടായ ഡീറ്റെയിൽസ് അടക്കം എഴുതപ്പെട്ടിരിക്കുന്നു. അതും 1400 കൊല്ലം മുമ്പത്തെ 1400 കൊല്ലം മുമ്പ് ജീവിച്ചു പോയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂൽ എങ്ങനെ നടന്നു, എങ്ങനെ ഇരുന്നു, എങ്ങനെ പുഞ്ചിരിച്ചു, അവിടുത്തെ ശരീരം എങ്ങനെയായിരുന്നു, അവിടുത്തെ ഗർഭകാലഘട്ടം എങ്ങനെയായിരുന്നു, അവിടുത്തെ ശൈശവം എങ്ങനെയായിരുന്നു, അവിടുത്തെ പ്രസവം എങ്ങനെയായിരുന്നു, അവിടുത്തെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, യുവത്വം എങ്ങനെയായിരുന്നു, വിവാഹം എങ്ങനെയായിരുന്നു, അവിടുത്തെ ദുഃഖങ്ങളുടെ, അവിടുത്തെ സന്തോഷങ്ങളുടെ, അവിടുത്തെ യുദ്ധങ്ങൾ, അവിടുത്തെ ഭരണം, അവിടുത്തെ സന്താപങ്ങൾ, അവിടുത്തെ സന്ധികൾ, അവിടുത്തെ സമാധാനങ്ങൾ, അവിടുത്തെ യാത്രകൾ, അവിടുത്തെ പള്ളികൾ, അവിടുത്തെ ഈ പാറകൾ, അവിടുത്തെ പാറക്കൂട്ടങ്ങൾ, അവിടുന്ന് നടന്നുപോയ വഴിത്താരകൾ, അവിടുത്തെ പ്രിയപ്പെട്ട ഭക്ഷണം, അവിടുത്തെ വസ്ത്രത്തിന്റെ രീതി, അവിടുത്തെ അമാമത്ത്, അവിടുത്തെ നഅല മുബാറക്ക്, 6 രൂപത്തിലുള്ള ചെരുപ്പ് അവിടുന്ന് ധരിച്ചിട്ടുണ്ട്. 6 രൂപങ്ങളും കിതാബുകൾ, ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ലഭ്യമാണ്. അവിടുത്തെ മലകളുടെ ചരിത്രം, അവിടുത്തെ കിണറുകളുടെ ചരിത്രം, അവിടുന്ന് നടന്നു പോയ സർവ്വ കാര്യങ്ങളുടെയും ചരിത്രം, ഇത്രമാത്രം ആധികാരികമായി ചരിത്രം ഓരോ സെക്കൻഡിലും രേഖപ്പെടുത്തപ്പെട്ടൊരു വ്യക്തി ലോക ചരിത്രത്തിൽ വേറെ ഇല്ല എന്ന് നമ്മളാരും പറഞ്ഞല്ല. ജോൺ എൽ എസ്പോസിറ്റോ അമേരിക്കയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. നമ്മളിത് പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം. ഭയങ്കര റസൂലുള്ളാഹി എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്. അങ്ങനെ ആ പള്ളിയിൽ നമ്മൾ എന്താ ചെയ്യുക? ആ പള്ളിയിൽ ഇവിടെ റസൂൽ ചൊല്ലും, അവിടെ റസൂൽ നേരെ പോയിട്ട് അവിടെ ബാക്കി മൗലൂദില്ല, അതപോടെ ഇരിക്കും അല്ലേ? അതായത് നമ്മൾ ഈ മൗലൂദ് ചെല്ലുന്നത് എന്തിനാ? ആ ഹബീബിനൊന്ന് കാണാൻ, ഒന്ന് കിട്ടാൻ, എന്നിട്ട് അതപോടൊന്നിരിക്കാൻ അല്ലേ? ആ സംഭവം 24 മണിക്കൂർ കിട്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ വട്ടത്തിലിരുന്ന് ചൊല്ലേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലായോ? അതാണ് എൻ്റെ പോയിന്റ്. ആ സംഭവം ഇത് ലേഡീസിന് മനസ്സിലായോ എന്ന് എങ്ങനെ അറിയാം? ലേഡീസിന് മനസ്സിലായോ? ഞാൻ മനസ്സിൻ്റെ പോയിന്റ് മനസ്സിലായി. നമുക്ക് ആ കിട്ടുന്ന ഫീലിംഗ് ഇല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വട്ടത്തിയിരുന്ന് മുസല്ല വിരിക്കണ്ട, അല്ലാതെ തന്നെ കിട്ടും. നമ്മൾ ദുർബലന്മാരായി നമുക്ക് മൗലിദിന്റെ മജ്ലിസിൽ വന്നാൽ റസൂലുള്ളാഹിനെ ഓർമ്മ വരും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ ഓർമ്മയില്ലാത്ത നിമിഷങ്ങളില്ല. അതാണ് പ്രത്യേകത. അതങ്ങനെ 3 നൂറ്റാണ്ടിന് ശേഷം മുസ്ലിം ലോകം പല വിഷയത്തിലേക്കും ചർച്ചകളൊക്കെ വഴിമാറിപ്പോയ സമയത്ത് മൗലിദ്, മഹബത്ത്, സ്വലാത്ത്, മൗലിദ്, ഖസീദ് അതിന് പ്രാധാന്യം കുറഞ്ഞപ്പോഴാണ് അത് ഇത്തരത്തിൽ വ്യവസ്ഥാപിതമായി സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് റബീഉൽ അവ്വൽ പുനരുദ്ധരിപ്പിച്ചത്. അല്ലാതെ ഹിജ്റ 300-ന് ശേഷം വന്നു പറഞ്ഞാൽ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വന്നത്. കാരണം അതിൻ്റെ മുമ്പ് എങ്ങനെയായിരുന്നു? എല്ലാ സെക്കൻഡിലും റസൂൽ. ആശിഖീങ്ങൾക്ക് ഇന്നും അങ്ങനെ തന്നെയാണ്. എന്താ റബീഉൽ അവ്വൽ 12-ന്റെ അതേ ഫീലിംഗ്
റബീഉൽ അവൽ 13-നും കിട്ടുന്നവരുണ്ട്, 14-നും കിട്ടുന്നവരുണ്ട്. എല്ലാ ദിവസവും തിങ്കളാഴ്ചയെപ്പോലെ പെരുമാറുന്നവരുണ്ട്. എല്ലാ ഡേറ്റും 12 ആഴ്ച ജീവിക്കുന്നവരുണ്ട്. എല്ലാ സമയവും സുബഹയുടെ മുമ്പുള്ള സമയമായിട്ട് ഫീൽ ചെയ്ത് സ്വലാത്തിൻ്റെ ഹലാവത്തിൽ, സ്വലാത്തിൻ്റെ ലദ്ദത്തിൽ മതിമറന്ന് സമർപ്പിതരായ ഫനായിൻ്റെ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ ഇന്നുണ്ട്. ഉസ്താദുമാരിലും ഉണ്ട്, അല്ലാത്തവരിലും ഉണ്ട്. അള്ളാഹു സാധുക്കളായ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നഷ്ടപ്പെടാത്ത പ്രണയത്തിൻ്റെ ഒരു ലോകമാണിത്. ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കലും നഷ്ടപ്പെടില്ല മക്കളെ. ഈ മക്കളോടൊക്കെ ഞാൻ പറയുന്നു, മക്കളെ സ്വലാത്ത് ചൊല്ലണം കേട്ടോ. സ്വലാത്ത് നിങ്ങളെ പരീക്ഷ പാസ്സാവാൻ അല്ല സ്വലാത്ത്. നിങ്ങൾ സ്വലാത്തില്ല, അതിൻ്റെ വർക്കത്ത് കൊണ്ട് പരീക്ഷയിലും പാസ്സായിക്കോളും, കോഴ്സിലും ഒക്കെ കിട്ടിക്കോളും. സ്വലാത്ത് ചൊല്ലേണ്ടത് എന്തിനാ? ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കണം. മനസ്സിലാവുണ്ടോ മക്കളെ? സ്വലാത്തിൽ കഴിഞ്ഞാൽ അപ്പോൾ എന്താണെന്നറിയും, മാതാപിതാക്കൾ ശ്രദ്ധിച്ചോ, ഈ സ്വലാത്തില്ലെന്ന് ഹൃദയം ഉണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ പ്രകാശം വരും. ആ പ്രകാശം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തെറ്റിനോട് വെറുപ്പ് വരും. അവിടെ പിന്നെ ഹറാമെന്ന് പറയണ്ട, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. എൻ്റെ അടുത്തൊരു തവണ ഒരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. ദീനിയായ കുടുംബത്തിലെ പെൺകുട്ടിയാണ്, പക്ഷേ പ്രേമത്തിൽ പെട്ടു. പ്രേമത്തിൽ പെടാനുള്ള കാരണം എന്താ? യഥാർത്ഥ പ്രേമം കാണാത്തോണ്ടാ. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അതിലെത്താത്തത് കൊണ്ടാണ് മഖ്ലൂക്കിൽ പ്രണയത്തിലേക്ക് പോകുന്നത്. ഇനി മഖ്ലൂക്കിൽ പ്രണയിക്കുകയാണെങ്കിൽ അത് ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു പെൺകുട്ടിയെ പ്രണയത്തിൽ കൊണ്ടുവന്നു. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പെൺകുട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് മഹബത്തുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ എന്തോ ഒരാണിൻ്റെ ഒരു എന്താ പറയുക, ആണിൻ്റെ ഒരു ചില സംസാരങ്ങളിൽ മയങ്ങി വീണ് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പെൺകുട്ടി മെല്ലെ പ്രണയത്തിൽ എത്തിപ്പെട്ടതാണ്. ഞാൻ ആ പെൺകുട്ടിയോട് ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. ആ പെൺകുട്ടി ആ പ്രണയത്തിൽ നിന്ന് ഒഴിവായി. ഒറ്റ വാക്ക് എന്താ പറയുന്നത് അറിയാം? അത് ഞാൻ ആദ്യം മനസ്സിൽ പഠിച്ചു, ആദ്യം കാര്യം പഠിച്ചു. എന്താ? ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ മഹബത്ത് എനിക്കിഷ്ടപ്പെട്ടു. പച്ച വയറ് എനിക്ക് അല്ല എതാർന്നോട്ടോ, അല്ല പച്ച വയറിട്ട് എനിക്ക് പച്ച ഇഷ്ടപ്പെടും. പച്ച വയറ്. ഇത് നീല വയറാണെങ്കിൽ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. പച്ച വയറായപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പച്ച ബസ് കണ്ടാലും ഞാൻ ഉമ്മ കൊടുക്കും, ആരും അറിയാതെ. പച്ചക്കുബയുടേതല്ലേ. പച്ച കൊണ്ട് കൽബിലൊരു പച്ചപ്പായാൽ പച്ച മനുഷ്യർ, അത് റസൂല ഇൻസാനുൽ കാമിൽ. ആ പച്ച മനുഷ്യരെ തിരിച്ചറിയുന്ന പച്ച മനുഷ്യരായി നമ്മൾ മാറും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പോൾ പെൺകുട്ടിയുടെ ഉള്ളിൽ മഹബത്തുണ്ട് എനിക്ക് മനസ്സിലായി. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു, മോളെ ഈ പ്രണയം അത് മുത്തനബിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. മുത്തനബിക്ക് ഇഷ്ടമല്ലേ, നിങ്ങൾക്ക് വേണ്ട. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റിയത്? ഈ പെൺകുട്ടിയുടെ കൽബിൽ ആ ഉസ്താദുമാരും ഉമ്മയും ബാപ്പയും കൂടി കൂടിയിട്ട് മഹബത്തുണ്ടായിരുന്നു കുറച്ച്. ഇതെന്താ ഞാൻ മഹബത്തിനെ കുറിച്ച് പറയാൻ കാരണം? തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രധാനപ്പെട്ട വഴി മഹബത്താണ്. അതിനെന്ത് വേണം? കൽബ് നന്നാവണം. ഞാൻ നേരത്തെ പറഞ്ഞ കഥയും കൂടി പൂർത്തിയാക്കി അവസാനിപ്പിക്കും. അപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക്, ആ കഥ മറന്നോ? മദീനയിലേക്ക് അവരുണ്ടാക്കിയ ഖസിയത്തുൻ നുഅ്മാനിയ 42 വരികളുള്ള അതിമനോഹരമായ ഒരു കവിതയാണ്. ആ കവിത പാടാൻ വേണ്ടി മദീനത്തേക്ക് ചെല്ലുകയാണ്. ആ കവിത ഉണ്ടാക്കിയ വിവരം ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ മദീനത്തേക്ക് ചെന്നു. മദീനയിലെത്തിയിട്ട് സുബഹയുടെ മുമ്പുള്ള സമയത്താണ് മദീനത്ത് എത്തുന്നത്. ഞാൻ പറഞ്ഞു, ആ കാലഘട്ടത്തിൽ മദീനയുടെ പള്ളിയിൽ സുബഹയുടെ മുമ്പ് ബൈത്ത് ചൊല്ലാറുണ്ട്, റസൂലിൻ്റെ മദ്ഹ്. ഈ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അന്ന് സുബഹയുടെ മുമ്പ് അവിടെ എത്തുന്ന സമയത്ത് അവിടെ ചൊല്ലുന്ന ബൈത്ത് നുഅ്മാനിയ. ഇത് ആരോട് പറഞ്ഞിട്ടില്ല ഈ ബൈത്ത് എഴുതിയത്. അവൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേട്ട് നിന്നു. മദീനത്തെ മുഅദ്ദിൻ, മദീനത്തെ റസൂലിൻ്റെ പള്ളിയിൽ നിന്ന് താൻ ഇവിടെ എഴുതി ഇവിടുന്ന് പാടാൻ വേണ്ടി കൊണ്ടുവന്ന ആരോടും പറഞ്ഞിട്ടില്ലാത്ത ബൈത്ത് ഇങ്ങനെ പാടുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ കേട്ട് നിന്ന് അവസാനം ആ മുഅദ്ദിൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ചോദിച്ചു, ലിമൻ ഹാദിഹിൽ ഖസീദ, ആര് എഴുതിയ ബൈത്താണ് ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അബൂ ഹനീഫയുടേതാണ്. അബൂ ഹനീഫ എന്ന് പറയുന്നൊരു മഹാനുണ്ട്, അവരുടേതാണ്. അപ്പോൾ അബൂ ഹനീഫ ചോദിക്കുകയാണ്, നിങ്ങൾ ആ ആളെ അറിയുമെന്ന് ചോദിച്ചു. ഇല്ല. അപ്പോൾ ഈ ബൈത്ത് നിങ്ങൾക്ക് ആരാണ് പഠിപ്പിച്ചതെന്നത്? അപ്പോൾ ഈ മുഅദ്ദിനായ മനുഷ്യൻ പറയാണ്, എനിക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എൻ്റെ ഹബീബ് ഒരു ബൈത്ത് പാടിയിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത് തിരിച്ചറിഞ്ഞിട്ട് അതേ ബൈത്ത് അതേ സമയത്ത് റസൂലുള്ള പാടിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൗ ഗ്രേറ്റ്! അത് പറഞ്ഞാലും മതിയാവില്ല. എന്നിട്ട് വളരെ സന്തോഷമായി. കിതാബിൻ്റെ ഉദ്ധരണി. അവർ കണ്ണുനീര് കൊണ്ട് വല്ലാതെ കരഞ്ഞുപോയി. എന്നിട്ട് അതൊക്കെ ആ വർത്താനൊക്കെ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയിട്ട് അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തിരിച്ച് സലാം മടക്കുന്ന അവിടെ നിന്ന് കേട്ടു. എന്താ മടക്കിയെന്നോ? വഅലൈക്കും അസ്സലാം യാ ഇമാമൽ മുസ്ലിമീൻ. ഇമാം എന്ന് കൂട്ടിയിട്ടാ റസൂലുള്ളാഹി അഭിസംബോധന ചെയ്ത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇത് ചോറ് വരും ഇടയ്ക്ക്. അപ്പോൾ നിങ്ങൾ അതിലെല്ലാം വല്ലാതെ ഇടപെടരുത്. ബാക്കിൽ നിന്ന് ഇങ്ങോട്ടാണ് ചോറ് തരിക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ ബാക്കിലുള്ള ആൾക്കാരിങ്ങനെ നോക്കും, അറിയാതെ ഇതെന്താണെന്നറിയാതെ. അപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് ലേഡീസിൻ്റെയും ആണുങ്ങളുടെ ബാക്ക് സൈഡിൽ അതിൽ ശ്രദ്ധിക്കുന്നത്. ഞാൻ 10-5 അവസാനിപ്പിക്കുകയും ചെയ്യും. എന്താ പറഞ്ഞത്? അങ്ങനെ യാ ഇമാമൽ മുസ്ലിമീൻ എന്ന അഭിസംബോധന ചെയ്യുന്നത്.
ഇത് മഹബത്തിൻ്റെ ലോകമാണ്. അപ്പോൾ ഞാൻ ഒറ്റ പോയിന്റ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് അവസാനിപ്പിക്കാൻ. അതെന്താ, ഈ കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള കണക്ഷൻ ക്ലിയർ ആവണം, നിർബന്ധമാണ്. ബാപ്പാൻ്റെ പൊരുത്തക്കേട് ഉണ്ടാവരുത്, ഉമ്മാൻ്റെ പൊരുത്തക്കേട് ഉണ്ടാവരുത്, ഭാര്യനെ ഇടങ്ങാറാക്കുന്ന ഭർത്താവ് ആവരുത്. ഇസ്ലാമിലൂടെ ഭാര്യനെ വീട്ടിൽ ജോലി ചെയ്യുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്, അലക്കുന്നത് ഭാര്യയുടെ ഉത്തരവാദിത്തമായിട്ട് എവിടെ എവിടെയും പറഞ്ഞില്ല. ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. യുക്തിവാദികളായ ആളുകൾ ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ അടിമകളാക്കി, ഇസ്ലാം അടിമകളാക്കിയിട്ടില്ല. ആയിഷ റളിയല്ലാഹു പറയുന്നു, ജോലിയിൽ എല്ലാ കാര്യത്തിലും റസൂലുള്ളാഹി സഹായിച്ചിരുന്നു, ലോകത്തിൻ്റെ നേതാവ് സഹായിച്ചിരുന്നു. ഒന്നുമല്ലാത്ത നമുക്ക് ഭാര്യനോട് അതാണ് ഇതാണ്, ഭാര്യൻ്റെ അടുത്ത് പോയി ചില ആണുങ്ങളൊക്കെ പറയും, സാറേ പുറത്ത് വലിയ മാന്യനാണ് ഭർത്താവ്, വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭ്രാ എന്നൊക്കെ പറഞ്ഞിട്ട് ജന്തുക്കൾ ഉലായിക്ക കൽ അൻആമുണ്ടല്ലോ, അതേപോലെയാണ് വീട്ടിൽ അവർ അൻആമിൻ്റെ സൗണ്ടാണല്ലോ അത്, എന്നൊക്കെയുള്ള സൗണ്ട്, അല്ലെങ്കിൽ ബൽഹും അതൽ, ആ ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് പുറത്ത് പോയിട്ട് ഭയങ്കര മാന്യനും പറ്റൂല. ഞാൻ പറയുന്നത് എൻ്റെ എല്ലാ ആണുങ്ങളോടും ഞാൻ പറയുന്നു, ഞാൻ എന്നോടടക്കം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഉമ്മാക്ക് ജോലി സഹായിച്ചിട്ടുണ്ട്. പാത്രം കഴിക്കുന്ന ആണുങ്ങൾ ഇവിടെ ഉണ്ടാവും, ഈ സദസ്സിലുണ്ടാവും. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, പാത്രം കഴിക്കുന്ന ആണുങ്ങൾ ഇവിടെ, അത് തങ്ങളാണെങ്കിലും മൂല്യാരാണെങ്കിലും സൈക്കോളജിസ്റ്റ്, ഡോക്ടർ, എഞ്ചിനീയർ, കളക്ടർ, IPS എന്തോ ആവട്ടെ. ഹബീബ് അതിൻ്റെ അപ്പുറത്തല്ലേ, ഹബീബ് അതിൻ്റെ അപ്പുറത്തല്ലേ, ഇൻസാനുൽ കാമിലല്ലേ. നേരത്തെ നമ്മൾ പാട്ടിൽ എന്താ പറഞ്ഞത്, ഉപമിക്കാൻ പറ്റാത്ത അത്ഭുതമേ എന്നല്ലേ പറഞ്ഞത്. ആ ഹബീബ് ആയിഷമ്മാൻ്റെ കൂടെ പാത്രം കൈ കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സ് തുന്നിയിട്ടുണ്ട്, വീട്ടു ജോലികൾ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ആരുമല്ല. പിന്നെന്താ പാത്രം കഴുകാത്ത ഭർത്താക്കൾ? ആ ഭാര്യയുടെ കൂടെ പാത്രം കഴുകി, മക്കളുടെ പാത്രം കഴുകാൻ കൂടി, ഭക്ഷണം ഉണ്ടാക്കാൻ കൂടി, ആ ഭാര്യയ്ക്ക് വേണ്ട ബഹുമാനം കൊടുത്താൽ ആ കാര്യം കൊണ്ട് ഹബീബിലേക്കുള്ള വാതിൽ ആണുങ്ങൾക്ക് തുറക്കും. വല അക്രമഹുന്ന ഇല്ല കരീം വല അഹാനഹുന്ന ഇല്ല ലഈം. വേറെ ഹദീസിൽ ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, വേറെ ഹദീസിൽ ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലീക്കും, വേറെ ഹദീസിൽ ഖൈറുക്കും ഖൈറുക്കും ലിനിസാഇക്കും. എന്താ പറഞ്ഞാൽ ആകത്തുകയെന്നറിയോ? പെണ്ണുങ്ങളെ ഇടങ്ങാറാക്കുന്നവൻ നല്ലവനല്ല. മാന്യനായ ആളാണെങ്കിൽ ഭാര്യനെ ഇടങ്ങാറാക്കൂല, ചീത്ത പിളി പോലും ഉണ്ടാവില്ല. ചില ആൾക്കാരുടെ ഭാര്യ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, അത് നല്ല സ്ഥാപനമാണ്. നിങ്ങൾ അയൽവാസികളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അയൽവാസികളിൽ അതിലൊക്കെ ഉണ്ടാവില്ല, അവർക്ക് പറഞ്ഞെടുത്താൽ മതി. എന്താ സംഭവം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും, എടി നിന്റെ ഭാര്യ, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ വളർത്തിയതിൻ്റെ പ്രശ്നമാണ്, വളർത്തുദോഷമാണെന്നൊക്കെ പറയും ഭാര്യയുടെ സ്വഭാവം മോശമായാൽ. സഹോദരങ്ങളെ, ഈ ഭാര്യനെ ആരുടെ ഭാര്യയിൽ നിന്നാണ് ഉണ്ടാക്കിയത്? അല്ലേ, നിങ്ങളെ ഭാര്യയിൽ നിന്നല്ലേ ഉണ്ടാക്കിയത്. അപ്പം നിങ്ങളെ ഭാര്യയ്ക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ മിസ്റ്റേക്കാണ്. ഭാര്യയുടെ വാപ്പാരും ഭാര്യ പറയാൻ പറ്റൂലെന്ന്, പറ്റില്ല. നമ്മുടെ ഭാര്യയിൽ നിന്ന് ഉണ്ടാക്കിയത് എൻ്റെ തൽക്കാലത്തേക്ക് വളർന്ന് വലുതാവുന്നത് വരെ അവിടെ ഏൽപ്പിച്ചു, അത്രയേ ഉള്ളൂ പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ തിരിച്ച് ഭർത്താക്കന്മാരുടെ പൊരുത്തം, ഈ ഭർത്താക്കന്മാരുടെ പൊരുത്തം, ഭർത്താവിൻ്റെ സമ്പത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുക, മക്കളെയൊക്കെ ആ ഒരു സാമ്പത്തിക സ്ഥിതിൻ്റെ ഉള്ളിൽ ഒന്ന് വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ കഴിയുക. പുറത്തുപോയി അധ്വാനിച്ച് ക്ഷീണിച്ച് കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്ന പിതാവിൻ്റെ അധ്വാനത്തിൻ്റെ ആ വില. പെണ്ണുങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ ഗൾഫിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവും, അവരൊക്കെ മക്കൾക്ക് പല കാര്യങ്ങളും വാങ്ങിച്ചു കൊടുക്കും. ഈ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മക്കളോട് പറയണം. എന്താണെന്നറിയോ? മക്കളെ, ബാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ആ പൈസ കൊണ്ടാണ് ഉമ്മച്ചി വാങ്ങിത്തരുന്നത്, ഇതിൻ്റെ പൈസ മുടക്കിയത് ഉപ്പച്ചിയാണ്, വാങ്ങിത്തരുന്ന ആൾ മാത്രമാണ് ഉമ്മ എന്ന് കൃത്യമായിട്ട് പറയണം. അല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സിലുള്ളത് എന്താ, എല്ലാം ഉമ്മ വാങ്ങിച്ചു തരുന്നത്, ഇത് ബാപ്പ വാങ്ങിച്ചു തരൂലെന്ന്. ഈ ബാപ്പ ഗൾഫിൽ നിന്ന് പൈസ അയച്ചിട്ട് അത് വാങ്ങിക്കൊടുക്കാൻ പറ്റിയത്. പെണ്ണുങ്ങളെ മനസ്സിലാവണ്ടോ? മനസ്സിലാവണത്. എന്ത് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിലും ഭർത്താവിൻ്റെ പൈസ ആണെങ്കിൽ അത് പറയണം. മോളൊപ്പ അധ്വാനിച്ചിട്ടാട്ടോ, മോളപ്പ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ആ അയച്ച പൈസ കൊണ്ടാണ് മോളെ ഉപ്പച്ചി അയച്ച പൈസ കൊണ്ടാണ് ഡ്രസ്സ് വാങ്ങിത്തന്നത്, ബാഗ് വാങ്ങിത്തന്നത്. അല്ലെങ്കിൽ ഉപ്പച്ചിനെ കാണും, ഉപ്പച്ചി എനിക്കൊന്നും വാങ്ങിത്തരുന്നില്ല, ഉമ്മ എല്ലാം വാങ്ങിത്തരുമെന്ന്. ഇയാൾ ജോലിക്ക് പോയത് കൊണ്ടാണ് ഈ പെണ്ണിന് വണ്ടി വിളിച്ചിട്ട് പോകാൻ പൈസ ഉണ്ടായത്. അത് ഈ പെണ്ണ് പറഞ്ഞു കൊടുക്കണ്ടേ? ഇനി അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭർത്താവ് മക്കളോട്, അതായത് ഉപ്പ മക്കളോട്, മക്കളെ ഈ ഭക്ഷണം ഉമ്മ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ മഹത്വം മക്കളോട് ബാപ്പ പറയണം, ബാപ്പാൻ്റെ മഹത്വം മക്കളോട് ഉമ്മ പറയണം. ആ രീതിയിൽ ലോകത്തൊരു മനുഷ്യനോടും ഒരു ദേഷ്യവുമില്ലാത്ത ജനങ്ങൾ ചിലപ്പോൾ നമ്മൾ ഇടങ്ങാറാക്കിയിട്ടുണ്ടാവാം, ജനങ്ങൾ ചിലപ്പോൾ നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം. എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു ദേഷ്യം അങ്ങോട്ടില്ലാത്തൊരു മനസ്സിൽ ജീവിക്കാൻ പറ്റണം. അപ്പോഴേ ആ ഹബീബിലേക്കുള്ള വാതിൽ തുറക്കുക. കാരണം എന്താണെന്നറിയോ? അഹല്ല ഉമ്മതഹു ഫി ഹിർസി മില്ലതിഹി കല്ലൈതി ഹല്ല മാൽ അശ്ബാലി ഫി അജമി. ഉമ്മത്തിനെ അത്രമാത്രം സ്നേഹിച്ചവരാ റസൂല്. അപ്പോൾ ആ ഉമ്മത്തിൽപ്പെട്ട ആളാണ് ഭർത്താവ്, ഉമ്മത്തിൽപ്പെട്ട ആളാണ് ഭാര്യ, ഉമ്മത്തിൽപ്പെട്ട ആളാണ് മാതാപിതാക്കൾ. അവരെ ഇടങ്ങേറാക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കും. ഒന്ന് എഴുന്നേറ്റ് ഒരു അവസാനമായിട്ടൊരു ബൈത്തല്ലിട്ട് അവസാനിപ്പിക്കും. ഇനി ചെറിയൊരു ബൈത്തല്ലിട്ട് നമുക്ക് അവസാനം എല്ലാവരും ചൊല്ലണം. പെണ്ണുങ്ങൾ എഴുന്നേക്ക്.
അല്ല, ഇതൊരു അറബി ബൈത്താണ് നമ്മൾ ചൊല്ലുന്നത്. എൻ്റെ കൂടെ ഇങ്ങനെ ചൊല്ലണം കേട്ടോ. ചൊല്ലൂലേ? ഖമറുൻ. മക്കളെ, കുട്ടികളൊക്കെ ഇവിടെ പോയി? നമ്മൾ നേരത്തെ ചൊല്ലിയ കുട്ടികളൊക്കെ എവിടെ പോകുന്നേ? ചോറുന്നാ പോവാ? മക്കളൊക്കെ ചോറൊക്കെ ചൊല്ലണം കേട്ടോ. ഖമറുൻ എന്നാ പാട്. ഖമറുൻ ഖമറു ആ പാട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയൊരു പാട്ട് 2 വരിയും. ഞാൻ ഹുവ എന്ന് പറയുമ്പോൾ അൻതാന്ന് പറയും. ഹുവ അൻതാന്ന് പറയണം. റസൂലിനെ കുറിച്ച് ഇങ്ങനെ പറയാതെ ഭയങ്കര രസമാണ്. അർത്ഥം അറിയാത്തതുകൊണ്ട് നമുക്ക് അതിന് കൂടാൻ കഴിയാത്തത്. ഈ പാട്ടും കൂടെ പാടി അവസാനിപ്പിക്കും. സംസാരം കഴിഞ്ഞു. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു പിന്നെ മാണി ഉസ്താദ് അതുപോലെ മറ്റുള്ള പണ്ഡിതന്മാർ, നേതൃത്വത്തിലുള്ള ആൾക്കാർ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. മക്കൾ നന്നായിട്ട് പഠിക്കുക, ദീൻ പഠിക്കുക, ഇംഗ്ലീഷ് മീഡിയം നന്നായിട്ട് പഠിക്കുക, പാസ്സാവുക, ഡോക്ടർ, എഞ്ചിനീയർ, കളക്ടറൊക്കെ ആയി മാറുക, നല്ല പണ്ഡിതന്മാരും ആഫലിങ്ങളായിട്ട് മാറുക, ദീനിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അത് നമ്മുടെ ഔദാര്യമല്ല, നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ കൂടെ നിൽക്കുക. അപ്പോൾ ഞാൻ വിശ്വാസം ഈ പാട്ട് പാടും. സ്കൂളിലെ ക്ലാസ്സിൽ കുട്ടികളെല്ലാം അവരവരുടെ ക്ലാസ് റൂമിലേക്ക് പോവാം. കുട്ടികൾ മാത്രം, കുട്ടികളെല്ലാവരും അവരവരുടെ ക്ലാസ് റൂമിലേക്ക് പോവാം. എല്ലാവരും സമാധാനത്തിൽ പോവാ, ഓടണ്ട. എല്ലാ കുട്ടികളും അവരവരുടെ ക്ലാസ് റൂമിലേക്ക് പോവാ, സ്കൂൾ ക്ലാസ്സിലേക്ക് പോവാം. എന്നാലും മുതിർന്ന ആൾക്കാർ മുന്നോട്ട് വരും, ബാക്കിലുള്ള നിൽക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരും. വലിയ ഗ്യാപ്പുണ്ട്, അത് വേണ്ട. എല്ലാവരും ചൊല്ലണം കേട്ടോ. അത് ഖമറുൻ എല്ലാവർക്കും അറിയാം, നല്ല ഉഷാറായിട്ട് ചൊല്ലണം. അവനെ കൂട്ടാ, ഡിലേ കൂട്ടാൻ പറ്റും, ഡിലേ കൂട്ടി വയ്ക്കും. وجميل سجن النبي وجميل പാട് പാട് قمر ഉറക്കപാട് قمر قمر سجن النبي قمر وجميل 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 سيدنا النبي وجميل وكف المصطفى كالبرد نادي الله الله وعتره يبقى إذا مست آيادي الله الله وكف المصطفى كالبرد نادي الله الله وعتره يبقى إذا مست آيادي الله الله وعم نبالها كل العباد وعم نبالها كل العباد وعم نبالها كل العباد حبيب الله يا خير البرايا قمر 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 سجن النبي قمر وجميل 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 سجن النبي وجميل ولا ظل له بل كان نورا الله الله تنال الشمس منه والبدور الله الله ولا ظل له بل كان نورا الله الله تنال الشمس منه والبدور الله الله ولم يكن الهدى لولا ظهورا ولم يكن الهدى لولا ظهورا ولم يكن الهدى لولا ظهورا وكل القوم ينار بنور طه قمر 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 سجن النبي قمر وجميل وجميل
وجميل وجميل سيدنا النبي وجميل ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ إلى المصطفى يا ربي بالمصطفى بلغ إلى المصطفى واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلوا على النبي وعلى آله اللهم صل وسلم وبارك عليه وعلى آله അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഭാഗത്ത് വന്ന അതപകേടുകൾ കുറവുകളൊക്കെ അള്ളാഹു പരിഹരിച്ച് മതിയായവനായ റബ്ബ് നമ്മിൽ നിന്ന് കാമിലായി സ്വീകരിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് കൂടിയത് ഹബീബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇതുവരെ കാണാത്തവർക്ക് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസമൊക്കെ അള്ളാഹു ആദ്യത്തെ കാഴ്ച ആ നദറത്തു ഷരീഫ് അതുകൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. കണ്ടവർക്ക് പലതവണ കാണാൻ, കണ്ടവർക്ക് യഖ്ലത്തൻ കാണാൻ, യഖ്ലത്തൻ കണ്ടവർക്ക് മറ്റ് പല അനുഗ്രഹങ്ങൾക്കും അള്ളാഹു അള്ളാൻ്റെ ഔദാര്യം കൊണ്ട് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഖൈറായ കാര്യങ്ങൾ അത് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ബാക്കി വേറെ സ്കൂളിൽ ഇവിടെ 10ാം ക്ലാസ് +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്കും മറ്റ് PGക്കൊക്കെ പോയാലും നമ്മുടെയൊക്കെ മക്കൾ ഇവിടുന്ന് പഠിച്ച ദീന് മുൻനിർത്തി തന്നെ ഹബീബിൻ്റെ സ്വലാത്തിലും അള്ളാഹുവിൻ്റെ ദിക്റിലുമായി സുന്നത്ത് ജമാഅത്തുമായി മുന്നോട്ട് പോകുന്ന രീതിയിൽ നമ്മുടെയൊക്കെ മക്കളെ ഉസ്താദുമാരുടെ സാദാത്തുക്കളുടെ പൊരുത്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി തരുമാറാവട്ടെ. ഇതിൻ്റെ നേതൃത്വമായി മണി ഉസ്താദിന് അള്ളാഹു തആല ആഫിയത്തും ഇസ്സത്തുമുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ഇതിനെ സഹായിച്ച് മൺമറഞ്ഞു പോയ പല ആളുകളും ഉണ്ടാകും. അള്ളാഹു തആല ഖബറിലേക്ക് നമ്മുടെ സദസ്സ് എത്തിച്ചു കൊടുക്കട്ടെ. ലോകത്ത് എവിടെയൊക്കെ ഏതൊക്കെ മുഅ്മിനീങ്ങൾ മരിച്ചു കിടക്കുന്നുണ്ടോ അവരുടെ എല്ലാ ഖബറിലേക്കും പടച്ചവനെ ഞങ്ങളുടെ മജ്ലിസ് നീ എത്തിക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും മരിച്ചവരുണ്ട്, അവരുടെയൊക്കെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഹബീബ് വരിക എന്നതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് അവിടുന്ന് ചൊല്ലിത്തരുന്ന ഷഹാദത്ത് കലിമ ഏറ്റു ചൊല്ലി അവിടുത്തെ തിരുക്കരം പിടിച്ചൊന്ന് ചുംബിച്ച് നെഞ്ചത്തോട് ചേർത്ത് വെച്ച് അവിടുത്തെ ആ തിളങ്ങുന്ന മുഖം അവസാനമായി കണ്ട് അവിടുത്തെ ആ സുഗന്ധം അവസാനമായി മൂക്കിലേക്കൊന്ന് ശ്വസിച്ചെടുത്ത് അവസാനമായി അവിടുത്തെ സുന്ദരമായ മുഖം കണ്ട് അവിടുന്ന് ചൊല്ലിത്തരുന്നത് ഏറ്റു ചൊല്ലി ആനന്ദത്തോടെ ഈ ലോകത്ത് നിന്ന് യാത്ര പോകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആരോടും വെറുപ്പില്ലാത്ത, ആരോടും ദേഷ്യമില്ലാത്ത, ആരെന്ത് ചെയ്താലും ഓൺ ദ സ്പോട്ടിൽ പൊരുത്തപ്പെട്ട് കൊടുക്കുന്ന വൽ ആഫീന അനിന്നാസ് എന്ന് ഖുർആനിൽ പറഞ്ഞ വഅയ്യഅഫു അമ്മൻ ളലമനി എന്ന് റസൂലുള്ള പറഞ്ഞ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ക്വാളിറ്റിയുള്ള ആരെന്ത് ചെയ്താലും ഓൺ ദ സ്പോട്ടിൽ പൊരുത്തപ്പെട്ട് അവർക്ക് വേണ്ടി ഖൈറിന് വേണ്ടി ദ്വാരക്കുന്ന ആ ഒരു നല്ല മനസ്സിലേക്ക് പടച്ചവനെ ഞങ്ങളെല്ലാവരെയും നീ എത്തിച്ചു തരണേ റബ്ബേ. ഇഷ്ക് കൊണ്ട് പൊട്ടിയൊലിക്കാത്ത, മായ്ച്ച് കളയാൻ കഴിയാത്ത ദോഷങ്ങളില്ല. എല്ലാ മഹബത്ത് കൊണ്ട് നീ മായ്ച്ച് കളയണേ റബ്ബേ. ബിഹഖി സയ്യിദനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ എല്ലാവരും സദസ്സിൽ വന്നിരിക്കുക.